മക്കളെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഓൾറെഡി അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഓക്കെ, അതായത് റീവാലുവേഷന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞു, ജനറൽ റിസർവിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞു, അതേപോലെ ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞു. ഗുഡ് വിൽ ഓൾറെഡി അപ്പിയറിംഗ് ദ ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റിൽ ഒരു ഗുഡ് വിൽ ഉണ്ടെങ്കിൽ അത് പർച്ചേസ്ഡ് ഗുഡ് വിൽ ആണ്, സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ അല്ല. അതിന്റെ ട്രീറ്റ്മെന്റും പറഞ്ഞു. ഓക്കെ, ഇപ്പം പറഞ്ഞ എല്ലാ ഐറ്റംസും ഓൾഡ് റേഷ്യോയില് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്തുകൊണ്ട്? അത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളെല്ലാം പഠിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഡെയിലി ബേസ് റിവൈസ് ചെയ്യണം, ഷോർട്ട് നോട്ട്സ് തന്നെ റിവൈസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളിപ്പോ പറഞ്ഞെന്ന് വെച്ചാൽ 4 ഐറ്റത്തിന്റെ ട്രീറ്റ്മെന്റ് സെയിം ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് റീവാലുവേഷൻ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, ഈ ഐറ്റത്തിന്റെ ട്രീറ്റ്മെന്റ് സെയിം. അതേപോലെ പർച്ചേസ്ഡ് ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റും സെയിം ആണെന്ന് പറഞ്ഞു. അതിന്റെ ലോജിക്കും പറഞ്ഞത്, അതിന്റെ ജേർണൽ എൻട്രീസും പറഞ്ഞത്, അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഒന്നും റീവാലുവേഷനെ കുറിച്ച് ക്വസ്റ്റ്യന്റെ സ്പെസിഫിക് ആയിട്ട് പറയും. റീവാലുവേഷൻ ഉണ്ട് ഇല്ല, ഓക്കെ, ഉണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, പർച്ചേസ്ഡ് ഗുഡ് വിൽ, ഈ 4 ഐറ്റം നമ്മളോട് ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ അത് ട്രീറ്റ് ചെയ്യണം. എന്താ ട്രീറ്റ് ചെയ്യേണ്ടത്? ജനറൽ റിസർവ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ലോസ് ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പർച്ചേസ്ഡ് ഗുഡ് വിൽ ആണെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യണം. 4 ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇത് 4 നമ്മളോട് പറയാണ്ട് തന്നെ ചെയ്യണം. റീവാലുവേഷൻ സ്പെസിഫിക് ആയിട്ട് പറയുകയും ചെയ്യും നമ്മളോട്. ഇനി ഞാൻ അടുത്ത് എന്താ പറയാൻ പോകുന്ന വെച്ചാല്, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് അഡ്മിഷൻ ആണ്. നമ്മളിപ്പോ അഡ്മിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അഡ്മിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അഡ്മിഷനിൽ ഒരു പാർട്ട്ണറിനെ ഞാൻ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. എയും ബിയും പാർട്ട്നേഴ്സ് ആയിട്ട് ഇങ്ങനെ ബിസിനസ് ഇങ്ങനെ റണ്ണ് ചെയ്യുമ്പം അവർക്കൊരു പാർട്ട്ണറിനെയും കൂടി വേണം. ഓക്കെ, അവർക്കൊരു പാർട്ട്ണറിനെയും കൂടി എന്ത് ചെയ്യും? വേണം. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യാൻ, ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യാൻ പല റീസൺസും ഉണ്ട്. അതായത് ഒന്നെങ്കിൽ ഫണ്ട് ആവശ്യം, ക്യാപിറ്റൽ ആവശ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. കാരണം ലോൺ എടുക്കുന്നതിനെക്കാട്ടി നല്ലത് എന്താണ്? ഒരു പാർട്ട്ണർ വരുന്നതാണ് ഒന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നല്ല മാനേജീരിയൽ സ്കിൽ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ പാർട്ട്ണറായിട്ട് എടുത്തതിന് നമ്മുടെ ബിസിനസ് കുറച്ചും കൂടി ഡെവലപ്പ് ആവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാവും, അതുകൊണ്ട് അവരെ ബിസിനസ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ പല റീസൺസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരാളെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം പാർട്ട്ണറായിട്ട്. അത് പാർട്ട്നേഴ്സിന്റെ തീരുമാനമാണ്. എയും ബി എന്ന് പറയുന്ന പാർട്ട്നേഴ്സിന്റെ തീരുമാനം. സി എന്ന് പറയുന്ന ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ അഡ്മിറ്റ് ചെയ്യൽ. ഓക്കെ, അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യും, അല്ലെങ്കിൽ അഡ്മിഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ്, ഒരു പാർട്ട്ണറിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പം അവര് ക്യാപിറ്റൽ എന്തായാലും കൊണ്ടുവരണം. ഓക്കെ, ക്യാപിറ്റൽ കൊണ്ടുവരും. നിങ്ങൾക്ക് എല്ലാവർക്കും ജേർണൽ എൻട്രി അറിയാം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അതാത് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ സി ആണ് പുതിയ പാർട്ട്ണർ എങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റൽ മാത്രമല്ല ഒരു പുതിയ പാർട്ട്ണർ കൊണ്ടുവരിക, അതിന് പുറമെ വേറൊരു കാര്യം കൂടി കൊണ്ടുവരും. ഓക്കെ, വേറൊരു കാര്യം കൂടി കൊണ്ടുവരും. അതാണ് ഗുഡ് വിൽ. അതാണ് എന്ത്? ഗുഡ് വിൽ. എന്തിനാണ് ഗുഡ് വില്ല് കൊണ്ടുവരുന്നത്? എന്തിനാണ് ഗുഡ് വില്ല് കൊണ്ടുവരുന്നത്? അതാണ് ഞാനിപ്പോ പഠിപ്പിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ എല്ലാവരും ശ്രദ്ധിക്കണേ. 60,000 രൂപയാണ് നമ്മുടെ 2015 പ്രോഫിറ്റ്. 2015 പ്രോഫിറ്റ് എത്രയാ? 60,000 രൂപ. എയും ബിയും പാർട്ട്ണറായിട്ട് ഓൾറെഡി ഉള്ളത് 2015. അവർ രണ്ടാളും 3:2 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ എക്ക് കിട്ടുന്നത് 36,000, ബിക്ക് കിട്ടുന്നത് 24,000. ഓക്കെ, എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി 2016 സ്റ്റാർട്ടിങ്ങിൽ അവരെന്ത് ചെയ്തു? സി എന്ന് പറയുന്ന ഒരാളെ പുതിയ ആളെ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, ആ കൊല്ലം ഉണ്ടായത് സെയിം പ്രോഫിറ്റ്, അതായത് 60,000 റുപ്പീസ് സെയിം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ആ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മൂന്നാക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? മൂന്നാക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 30,000, 20,000, 10,000. ഓക്കെ, ഞാൻ എന്താ പറയുന്ന വെച്ചാല് സെയിം പ്രോഫിറ്റ് ഉണ്ടായി 2 കൊല്ലങ്ങളിൽ, ഒന്ന് 2015, ഒന്ന് 2016.
2015 പ്രോഫിറ്റ് സെയിം 60,000 ഉണ്ടായപ്പം എക്ക് കിട്ടിയത് 36,000, ബി കിട്ടിയത് 24,000. പക്ഷെ 2016 സെയിം 60,000 പ്രോഫിറ്റ് കിട്ടിയപ്പം എക്ക് കിട്ടിയത് 30,000, ബി കിട്ടിയത് 20,000, സി കിട്ടിയത് 10,000. അതായത് ഈ പാർട്ട്ണറിന് ഇവിടെ ഒരു നഷ്ടം വരുന്നുണ്ട്. എന്ത് വരുന്നുണ്ട്? നഷ്ടം വരുന്നുണ്ട്. നഷ്ടം എന്ന് പറഞ്ഞാൽ ലോസ് അല്ല. 36,000 കിട്ടേണ്ടത് എത്ര കിട്ടുന്നത്? 30,000. 6,000 ലോസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതേപോലെ ഓരോ കൊല്ലങ്ങളിലും എന്തുണ്ടാവും? എക്കും ബിക്കും നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ, പുതിയ പാർട്ട്ണർ, അഡ്മിറ്റിംഗ് പാർട്ട്ണർ എന്ത് ചെയ്യണം? ഒരു കോമ്പൻസേഷൻ കൊണ്ടുവരണം. കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. എന്താന്ന് പറയാ? കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. അതായത് ഞാൻ പറയുന്നത്, ഇനി മുതൽ നമ്മുടെ ഗുഡ്വില്ലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഞാൻ അന്ന് തന്ന നോട്ടല്ല. ഇനി മുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുഡ്വിൽ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. എന്താണ്? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. അതായത് പാർട്ട്നേഴ്സിന് ഉണ്ടാവുന്ന നഷ്ടത്തിന് പുതിയൊരു പാർട്ട്ണർ കൊണ്ടുവരുന്ന എമൗണ്ട്, അത് എന്താണ്? അതാണ് ഗുഡ്വിൽ. അതാണ് എന്ത്? ഗുഡ്വിൽ. ഗുഡ്വില്ലിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 4 മെത്തേഡാ പറയുന്നത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, 3 മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഓക്കെ, ഈ 3 മെത്തേഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിലെ ഹോംവർക്സ് എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ ഇനി മുതൽ നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഗുഡ്വിൽ എന്ന് പറയുന്നത് എന്താ? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. അതായത് സി എന്ന് പറയുന്ന പാർട്ട്ണർ എന്ത് ചെയ്യണം? ഒരു കോമ്പൻസേഷൻ കൊണ്ടുവരണം. എന്തിനു വേണ്ടിയിട്ട്? അതായത് മറ്റ് 2 പാർട്ട്ണറിന് ഉണ്ടാകുന്ന ലോസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന ലോസിന് വേണ്ടിയിട്ട്. പ്രോഫിറ്റ് ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ കറക്റ്റ് ഇവിടെ നോക്കിയാട്ടെ. 36,000 കിട്ടുന്നിട്ട് 30,000 കിട്ടുന്നുള്ളൂ, 6,000 ലോസ് ആണ്. 24,000 കിട്ടുന്നിട്ട് 20,000 ലോസ് ആണ്. എത്രയാണ്? 4,000 ലോസ് ആണ്. അതുകൊണ്ട് തന്നെ എക്കും ബിക്കും ഒരു കോമ്പൻസേഷൻ കിട്ടണം. ആരെ കൊണ്ടുവരും? അത് സി കൊണ്ടുവരും. അതിന്റെ പേരാണ് എന്ത്? ഗുഡ്വിൽ. ഇനി ഈ ലോസ് എത്ര കൊല്ലത്തേക്ക് അയാൾ കൊണ്ടുവരണം? അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. ഈ എത്ര കാലം നമുക്ക് ഈ പ്രോഫിറ്റ് ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ പറ്റും? ഓക്കെ, ഫ്യൂച്ചറിൽ എത്ര കാലം നമുക്ക് ഈ പ്രോഫിറ്റ് ഉണ്ടാവും? അതിനാണ് നമ്മൾ പറയുക നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഗുഡ്വില്ല് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? അതായത് ഒരു അഡ്മിഷൻ ഉണ്ടാവുമ്പം ഒരു പാർട്ട്ണർ കൊണ്ടുവരുന്ന 2 ഐറ്റംസ് ആണ്. ഒന്ന് ക്യാപിറ്റൽ, ആ ക്യാപിറ്റലിന്റെ ജേർണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ. രണ്ടാമത് കൊണ്ടുവരുന്നത് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. ഗുഡ്വില്ലിന്റെ ജേർണൽ എൻട്രി എന്താണെന്നുള്ളത് പഠിപ്പിക്കും. വെയിറ്റ് ചെയ്യും. ഈ ഗുഡ്വിൽ എന്തിനാ കൊണ്ടുവരുന്നത്? ഒരു കോമ്പൻസേഷൻ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ആർക്കാ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് തൽക്കാലം പറയാം ഓൾഡ് പാർട്ട്നേഴ്സിന്. ശരിക്കും പറഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സിനൊന്നല്ല, നമ്മൾ ആ ടേം മാറ്റും. അതാണ് കൺസെപ്റ്റ്. ഓൾഡ് പാർട്ട്നേഴ്സിന് പഠിച്ചാൽ അത് ബൈ ഹാർട്ട് ആയിപ്പോ, അത് വേണ്ട. ഓക്കെ, തൽക്കാലം വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ എയും ബിയും ആണ് എന്ത്? എയും ബിക്കും ആണ് ലോസ് ഉണ്ടാകുന്ന. അവർക്കൊരു കോമ്പൻസേഷൻ ആണ് ആര് കൊണ്ടുവരാം? സി കൊണ്ടുവരാം. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ജേർണൽ എൻട്രിയിലേക്ക് പോകാം. എല്ലാവരും വെയിറ്റ് ചെയ്യും. ഓക്കെ, ഓക്കെ, സിമിലർ എക്സാമ്പിൾ ഞാനിപ്പോ പറയാൻ പോകുന്നത്. പക്ഷെ ജസ്റ്റ് ഒരു ചെറിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റി. അതായത് എയും ബിയും ആണ് പണ്ടത്തെ പാർട്ട്നേഴ്സ്. അവർ രണ്ടാള് ഒരു കൊല്ലം പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 60,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 2:1 റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണ്. എന്നാൽ അവർക്ക് എത്ര കിട്ടുക? 40,000, 20,000. പക്ഷേ സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ അവരെ അഡ്മിറ്റ് ചെയ്തിട്ട് അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറി. 3:2:1 ആയി. എന്തായി? 3:1 ആയി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല് 3:2:1 ആവുമ്പോ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒരാൾക്ക് 30,000, ഒരാൾക്ക് 20,000, ഒരാൾക്ക് 10,000. നിങ്ങൾ നോക്കിയാട്ടെ, നമ്മൾ നേരത്തെ എക്സാമ്പിൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് അതായത് സി എന്ന് പറയുന്ന പാർട്ട്ണർ കോമ്പൻസേഷൻ കൊണ്ടുവരും. എന്നിട്ട് ആർക്കാ കൊടുക്കുക? എക്കും ബിക്കും.
പക്ഷെ ഇവിടെ നോക്കിയാട്ടെ, ശരിക്കും പറഞ്ഞാൽ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബിക്ക് ലോസ് ഉണ്ടാവുന്നുണ്ടോ? ബിക്ക് പണ്ട് കിട്ടുന്നതും 20,000 തന്നെയാണ്, ഇപ്പം കിട്ടുന്നതും 20,000 തന്നെയാണ്. ശരിയല്ല മക്കളെ? അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾഡ് പാർട്ട്നേഴ്സിനല്ല കോമ്പൻസേഷൻ കൊണ്ടുവരുന്നത് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഗുഡ്വിൽ കൊണ്ടുവരുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിനല്ല. നമ്മൾ ഇനി മുതൽ യൂസ് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് സാക്രിഫൈസിങ് പാർട്ട്ണർ. സാക്രിഫൈസിങ് പാർട്ട്ണർ. എന്താ പേര്? സാക്രിഫൈസിങ് പാർട്ട്ണർ. ആരാണോ അവരെ പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ ഇത് കൊണ്ടുവരേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ അത് ബൈഹാർട്ട് ആയി പോകും. കാരണം ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കൺസെപ്റ്റ് തെറ്റും. കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ബിക്ക് ലോസ് ഇല്ലാണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഗുഡ്വില് കൊണ്ടുവന്നിട്ട് ബിക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗുഡ്വില് കൊണ്ടുവരുന്നത് പുതിയ പാർട്ട്ണർ ആയിരിക്കും. ഓക്കെ, പുതിയ പാർട്ട്ണർ കൊണ്ടുവന്നതിനാൽ കൊടുക്കേണ്ടത് സാക്രിഫൈസിങ് പാർട്ട്ണർ. മക്കളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇവിടെ തന്നെ ഫോർ എക്സാമ്പിൾ ഈ എക്സാമ്പിളിനെ നമുക്ക് ഇവിടെ എടുക്കാം. 2015 സി എന്ന് പറയുന്ന പാർട്ട്ണറിന്റെ പ്രോഫിറ്റ് എത്രയാ? 0. കാരണം അയാള് പാർട്ട്ണർ അല്ല. അയാൾ പാർട്ട്ണർ അല്ലെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് കൊടുക്കോ? ഇല്ല, പാർട്ട്ണർ അല്ലാത്തതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കൊടുക്കില്ല. അയാളുടെ പ്രോഫിറ്റ് 0 ആണ്. പക്ഷെ അടുത്ത കൊല്ലം അയാൾ പാർട്ട്ണർ ആയപ്പോ അയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. 10,000 റുപ്പീസാണ്. അയാൾക്ക് ലാഭമല്ല ഉണ്ടാകുന്നത്. 0 നിന്ന് 10,000 എത്തി. എന്നിട്ട് ലാഭമാണ്. അതുകൊണ്ട് തന്നെ പുതിയ പാർട്ട്ണറിന് പറയുന്ന പേരാണ് ഗെയിനിങ് പാർട്ട്ണർ. എന്താ പറയാ? ഗെയിനിങ് പാർട്ട്ണർ. പറയുന്ന മനസ്സിലാകുന്നില്ല? ജനറലി നമ്മൾ പുതിയ പാർട്ട്ണറിന് പറയുന്ന പേരെന്താണ്? ഗെയിനിങ് പാർട്ട്ണർ. ന്യൂ പാർട്ട്ണർ എന്നും പറയും, ഗെയിനിങ് പാർട്ട്ണർ എന്നും പറയും. ഓക്കെ, ഞാൻ നമുക്ക് വേണ്ട ടേംസ് ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മക്കളെ ഇത് 12th പഠിക്കുമ്പോൾ നമ്മൾ ഓൾഡ് പാർട്ട്ണർ, ന്യൂ പാർട്ട്ണർ എല്ലാം കൺഫ്യൂഷനാണ്, ബൈഹാർട്ടാണ്. അത് വേണം. ഇവിടെ സാക്രിഫൈസിങ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ട്ണറാണോ സാക്രിഫൈസ് ചെയ്യുന്നത് അവരെ പറയാം നമ്മൾ എന്ത്? സാക്രിഫൈസിങ് പാർട്ട്ണർ. ആർക്കാണോ ലാഭം ഉണ്ടാകുന്ന അവരെ നമ്മൾ എന്താ പറയുക? ഗെയിനിങ് പാർട്ട്ണർ. ജനറലി ഗെയിനിങ് പാർട്ട്ണർ ഇപ്പൊ 2 എക്സാമ്പിൾ ആർക്കാ ഗെയിന്? ബിക്ക് ഗെയിനേ ഇല്ല ഇവിടെ. ഓക്കെ, ബിക്ക് ഇവിടെ ഗെയിൻ ഉണ്ടാ? ബിക്ക് ഇവിടെ ഗെയിൻ ഉണ്ടോ മക്കളെ? ഇല്ല. ഓക്കെ, ബിക്ക് ഇവിടെ ഗെയിൻ ഇല്ല. കാരണം 20,000 കിട്ടുന്നത്. പക്ഷെ സിക്ക് ഗെയിൻ ഉണ്ട് 10,000 രൂപ. സിക്ക് പണ്ട് 0 കിട്ടി, ഇപ്പൊ എത്ര കിട്ടിയ? 10,000. പക്ഷെ എക്കോ 40,000 കിട്ടിയെടുത്ത് 30,000 ആയി. ലോസാ. ആ ഡിഫറൻസും കറക്റ്റാണ്. എന്റെ നഷ്ടം 10,000, സിന്റെ ലാഭം 10,000. സെയിം ആണ്, സെയിം എമൗണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ അങ്ങനെ തന്നെയാണ്. ഒരാളെ നഷ്ടം 6,000, മറ്റേ നഷ്ടം 4,000. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10,000. മറ്റേ ലാഭം അത്ര തന്നെ. എന്നാൽ ഫസ്റ്റ് സിറ്റുവേഷനിൽ നമ്മുടെ സാക്രിഫൈസിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് എയും ബിയും, ഗെയിനിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് സിയും. ഓക്കെ, രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമ്മുടെ സാക്രിഫൈസിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് എയും മാത്രം, അതേപോലെ ഗെയിനിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് സി മാത്രം. ബി എന്ന് പറയുന്നത് ഗെയിനിങ്ങും അല്ല സാക്രിഫൈസിങ് അല്ല, അയാൾക്കൊന്നുമില്ല, അയാൾ കോൺസ്റ്റന്റ്. ഇനി ഞാൻ എന്താ പറയാൻ പോകുന്ന വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഗെയിനിങ് പാർട്ട്ണർ, സാക്രിഫൈസിങ് പാർട്ട്ണർ അതുവരെ എല്ലാം മനസ്സിലായി. ഇനി ഞാൻ എന്താ പറയുന്ന വെച്ചാല്, എല്ലാ ക്വസ്റ്റ്യനിലും നമുക്കിപ്പോ ഈ കേസിൽ നമുക്ക് മനസ്സിലായി സിക്ക് ഉണ്ടാകുന്ന ഗെയിന് 10,000, എക്ക് ഉണ്ടാകുന്ന ലോസ് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്ന 10,000. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ഈ എമൗണ്ട് ആയിട്ട് തരൂല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഒരു റേഷ്യോ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരാം. റേഷ്യോ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, എ എത്ര സാക്രിഫൈസ് ചെയ്തു, ബി എത്ര സാക്രിഫൈസ് ചെയ്തു, സി എത്ര സാക്രിഫൈസ് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന്റെ ജേർണൽ എൻട്രി അല്ലെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ, നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത്, ഓക്കെ ഞാൻ നോക്കിയേ, ഓക്കെ ഓക്കെ ഇതെടുക്കാം. ഇത് കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഓൾഡ് പ്രോഫിറ്റ്. ഓക്കെ, ഇത് ന്യൂ പ്രോഫിറ്റ്. ഓക്കെ, സാക്രിഫൈസിങ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? എന്താണെന്നോ? ഓൾഡ് പ്രോഫിറ്റ് മൈനസ് ന്യൂ പ്രോഫിറ്റ്. ഇതൊന്നും ഫോർമുല അല്ല, ഞാൻ മനസ്സിലാക്കി പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. സാക്രിഫൈസിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓൾഡ് പ്രോഫിറ്റിന് ന്യൂ പ്രോഫിറ്റ് മൈനസ് ചെയ്യുമ്പോൾ. ഗെയിനിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നതോ ന്യൂ പ്രോഫിറ്റ് മൈനസ് ഓൾഡ് പ്രോഫിറ്റ്. ശരിയല്ലേ? ഓക്കെ, ഇതാണ്
ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയ സാക്രിഫൈസിങ് പ്രോഫിറ്റും ഗെയിനിങ് പ്രോഫിറ്റും കിട്ടിയത്. ഓക്കെ, മനസ്സിലാക്കി. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത് റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അതേപോലെ ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റേഷ്യോസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗുഡ് വില്ല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഓൾഡ് റേഷ്യോ അല്ല. ഓൾഡ് റേഷ്യോ ചെയ്ത തെറ്റു. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഒരേ ഒരു ഐറ്റം മാത്രം നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ ഓർ ഗെയിനിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അത് ഗുഡ് വില്ലാണ്. ഒരേ ഒരു ഐറ്റം മാത്രമേ നമ്മൾ എന്തിൽ കണ്ടുപിടിക്കും, സാക്രിഫൈസിങ് റേഷ്യോ ഓർ ഗെയിനിങ് റേഷ്യോയിൽ കണ്ടുപിടിക്കും, അത് ഗുഡ് വില്ലാണ്. ഏത് ഗുഡ് വില്ല്? സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ല്. പെർച്ചേസ്ഡ് ഗുഡ് വില്ല് ഓൾഡ് റേഷ്യോ ആണ് മക്കളെ. പെർച്ചേസ്ഡ് ഗുഡ് വില്ല് ഓൾഡ് റേഷ്യോ ആണ്. നമ്മൾ ആകെ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലാണ്. സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലാണ് എന്ത് ചെയ്യാം, സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലാണ് സാക്രിഫൈസിങ് റേഷ്യോ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഇത്രേ പഠിക്കണ്ടു. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ 5 ഐറ്റംസ് ഓൾഡ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ അതേപോലെ ഇപ്പോൾ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ല്, അതായത് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഗുഡ് വില്ല് നമ്മൾ ഏത് റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സാക്രിഫൈസിങ് റേഷ്യോ ഓർ ഗെയിനിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ ഓർ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കിട്ടുക, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. നിങ്ങൾ ശ്രദ്ധിക്ക്, ഈ ഒരു എക്സാമ്പിളിൽ നമ്മളിപ്പോ ഈ ഓൾഡ് പ്രോഫിറ്റ് ന്യൂ പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഈ ഫോർമുല കണ്ടുപിടിച്ചത്. നമുക്ക് ആ റേഷ്യോയിലേക്ക് മാറ്റുമ്പം ശ്രദ്ധിക്കണേ, AS സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ 2/3 മൈനസ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3/6. LCM എടുക്കുമ്പോൾ 6 കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ, LCM എടുക്കേണ്ടത് എനിക്ക് പഠിപ്പിച്ചാലോ, ഒന്നും കൂടി ശ്രദ്ധിച്ചോ. അതായത് LCM എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ ഫാക്ടർ 3, 6. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, 3 ഡിവൈഡ് ചെയ്യുക 1 ടൈം 2 ടൈം. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ലാസ്റ്റ് 1 എത്തണം. അതുകൊണ്ട് തന്നെ അടുത്ത് എന്താ, 2 ഡിവൈഡ് ചെയ്യുക. അത് 1 തന്നെ താഴെ കാണിച്ചോ, ഇവിടെ 1. എന്നിട്ട് 3 × 2 × 1 × 1 ആണ് എന്ത്, LCM, ദാറ്റ് ഈസ് 6. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, രണ്ടും കോമൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ അതിൽ വലിയ നമ്പർ എടുത്താൽ മതി. ഓക്കെ, ഇതാണ് LCMന്റെ ശരിക്കും സ്റ്റെപ്പ് ചെയ്യേണ്ടത്. 6 LCM കിട്ടിക്കഴിഞ്ഞാൽ 3 6 എത്ര പ്രാവശ്യം പോകും, 2 ടൈംസ്. അതുകൊണ്ട് തന്നെ 2 × ന്യൂമറേറ്ററിലെ 2. ഓക്കെ, 3 6 എത്ര പ്രാവശ്യം പോകും, 2. അതുകൊണ്ട് തന്നെ 2 × ന്യൂമറേറ്ററിലെ ആ 2 മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 6 6 എത്ര പ്രാവശ്യം പോകും, 1 ടൈം. അതുകൊണ്ട് തന്നെ 1 × ന്യൂമറേറ്ററിലെ 3. അതായത് 4 - 3/6 ഈക്വൽ ടു 1/6. ഇതാണ് എന്ത്, സാക്രിഫൈസിങ് റേഷ്യോ. ഇത് എൻ്റെത്. ബിൻ്റെത് കണ്ടുപിടിക്കുമ്പോൾ ബിന്റെ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1/3 മൈനസ് 2/6. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 1 മൈനസ് 2 × 1/6. ദാറ്റ് ഈസ് ഈക്വൽ ടു 0/6. ഇതന്നെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് ബിക്ക് സാക്രിഫൈസ് ഇല്ല. ഇനി സിന്റെ കേസിൽ സിന്റെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ സിന്റെ സാക്രിഫൈസിങ് റേഷ്യോ തന്നെ കണ്ടുപിടിച്ചോ. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ അത് നെഗറ്റീവ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയോ അത് ഗെയിനിങ് റേഷ്യോ. അതേപോലെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ അത് നെഗറ്റീവ് കിട്ടിയില്ലെങ്കിൽ മനസ്സിലാക്കിയോ അത് സാക്രിഫൈസിങ് റേഷ്യോ. സി സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ എത്രയാ, 0 മൈനസ് 1/6. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. ഓക്കെ, അതുകൊണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഓക്കെ, സാക്രിഫൈസ് റേഷ്യോ ടു ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 1:1. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുഡ് വില്ലെ ജേർണൽ എൻട്രി ആണ്. ഓക്കെ, ഗുഡ് വില്ലെ ജേർണൽ എൻട്രി അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഞാൻ ഫസ്റ്റ് പഠിപ്പിക്കും. അത് റിലേറ്റ് ചെയ്യും എവിടത്തേക്ക്, റിട്ടയർമെന്റ് ഡെത്ത്. അതായത് ഞാൻ പറയാം, ഗുഡ് വില്ലെ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലെ ജേർണൽ എൻട്രി അഡ്മിഷൻ ആയിക്കോട്ടെ, റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ സെയിം ആണ്. ഞാൻ അങ്ങനെ പറയും. ചില ആൾക്കാർ അതിന് എതിരെ അഭിപ്രായം ഉണ്ടാവും, പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യും എങ്ങനെയാണത് സെയിം ആവാം. ഓക്കെ, ശ്രദ്ധിക്കും. അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു അഡ്മിഷൻ സംഭവിക്കുമ്പോൾ ക്യാപിറ്റലും ഒരു പാർട്ട്ണർ കൊണ്ടുവരണം, ഗുഡ് വില്ലും കൊണ്ടുവരണം. ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ
അവർ ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഗുഡ്വിൽ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ് ആണ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്? സാക്രിഫൈസും പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ജേർണൽ എൻട്രി ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 lakh rupees കൊണ്ടുവന്നതെങ്കിൽ ഓക്കെ 1 lakh rupees ആണ് കൊണ്ടുവന്നതെങ്കിൽ 1 lakh തന്നെ ഓക്കെ 1 lakh rupees കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 1 lakh തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. ഓക്കെ 1 minute മക്കളെ. 1 lakh rupees ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 1 lakh rupees കാണിക്കാം. ഇത്രയേ ഉള്ളൂ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് ഗുഡ്വിൽ കൊണ്ടുവരും. ഗുഡ്വില്ലും കൊണ്ടുവരണം എന്നാ പറഞ്ഞത്. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ, അത് കൊണ്ടുവരണം. അത് കൊണ്ടുവരുമ്പോൾ എന്താ ജേർണൽ എൻട്രി എന്നാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഇതിനൊരു 4 കേസ് 5 കേസ് എന്നെല്ലാം പറയും. പക്ഷെ എല്ലാം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും, എനിക്ക് പ്രതീക്ഷ. ഓക്കെ കേസ് 1 ഓക്കെ when goodwill is paid privately. Okay, when goodwill is paid privately. When goodwill is paid privately എന്ന് പറയുന്നത് അതായത് ഗുഡ്വിൽ എമൗണ്ട് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നില്ല, അതായത് ഗെയിനിങ് പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത് ഓർഗനൈസേഷന്റെ പുറത്ത് വെച്ചിട്ടാണ്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ കൊണ്ടുവരുന്നതിന് പകരം ഉള്ളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്, പുറത്തുനിന്നാണ് കൊടുക്കുന്നത്. ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതായത് അവരെന്ത് ചെയ്യുന്നു, പേഴ്സണലി അവർ സെറ്റിൽ ചെയ്യും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണെങ്കിൽ സി ഒരു പാർട്ട്ണർ ഓക്കെ അഡ്മിറ്റിംഗ് പാർട്ട്ണർ, ഈ സി പറയുന്നത് എനോടും ബിനോടും ഞാൻ ഗുഡ്വിൽ കൊണ്ടുവരാം, അത് നമുക്ക് പേഴ്സണലി സെറ്റിൽ ചെയ്യാം. അതായത് നമുക്ക് അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും കൊണ്ടുവരാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണലി സെറ്റിൽ ചെയ്യാം പുറത്തു വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ജേർണൽ എൻട്രി? നോ എൻട്രി. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ അതിന് പോയിട്ട് ജേർണൽ എൻട്രി ഒന്നും പാസ് ചെയ്തേക്കല്ല, അവിടെ നോ എൻട്രി ആണ്. ജേർണൽ എൻട്രി വേണ്ട ആവശ്യമില്ല. കാരണം പെയ്ഡ് പ്രൈവറ്റ്ലി എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നില്ല. പാർട്ട്ണർഷിപ്പ് ഫേം റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ പാർട്ട്ണർഷിപ്പ് ഫേമിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. പെയ്ഡ് പ്രൈവറ്റ്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണോ? അല്ല, നമുക്ക് അറിയാത്ത കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നോ എൻട്രി വെൻ ഗുഡ്വിൽ ഈസ് പെയ്ഡ് പ്രൈവറ്റ്ലി. അത് പുറത്തുനിന്നുള്ള സെറ്റിൽമെന്റ് ആണ്. ചിലപ്പോൾ ഇൻകം ടാക്സിനെ പേടിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേടിച്ചിട്ടായിരിക്കാം അവരങ്ങനെ പേ ചെയ്യുന്നുണ്ടാവും. ഓക്കെ കേസ് 1 ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കേസ് 2 ഓക്കെ കേസ് 2 കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ടൈം തരാം, ഡൗട്ട്സ് ചോദിക്കാം. കേസ് 2 എന്ന് പറയുന്നത് when goodwill is brought in cash and distributed to partners. അതായത് ശ്രദ്ധിക്കണം എല്ലാവരും, നമ്മൾ ഗുഡ്വിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ പുതിയ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവരുന്നത്, ഗുഡ്വിൽ കൊണ്ടുവന്നതിന് ശേഷം ഗുഡ്വിൽ കൊണ്ടുവന്നിട്ട് സ്ഥാപനത്തിൽ വെക്കുകയല്ല ചെയ്യുക. ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്ക്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ്. ആർക്കാണ്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ്. എപ്പോഴും സാക്രിഫൈസിങ് പാർട്ട്ണർ തന്നെ ഉപയോഗിക്കണം, ഓൾഡ് പാർട്ട്ണറിന് വേണ്ട. ഓക്കെ സാക്രിഫൈസിങ് പാർട്ട്ണറിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്താണ് ജേർണൽ എൻട്രി? ഓക്കെ ഒരു ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ക്യാഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാഷ് കിട്ടുന്നുണ്ട്. എന്താ കിട്ടുന്നത്? ക്യാഷ്. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓക്കെ ഇൻക്രീസിങ് അസറ്റ് ഷുഡ് ബി ഡെബിറ്റ്, ഇൻക്രീസിങ് ക്യാഷ് ഷുഡ് ബി ഡെബിറ്റ്. അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. എന്താ നമുക്ക് കിട്ടുന്നത്? ഗുഡ്വിൽ. എന്താ കിട്ടുന്നത്? ഗുഡ്വിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് പ്രീമിയം ഫോർ ഗുഡ്വിൽ. ഓക്കെ പ്രീമിയം ഫോർ ഗുഡ്വിൽ ഓർ ഗുഡ്വിൽ അക്കൗണ്ട്. പ്രീമിയം ഫോർ ഗുഡ്വിൽ ഓർ ഗുഡ്വിൽ അക്കൗണ്ട് എത്രയാണോ കൊണ്ടുവരുന്നത് ആ എമൗണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഒരു 3000 rupees എന്ന് വേണമെങ്കിൽ കാണിക്കാം. ടൈം ബീയിങ് ഓക്കെ 3000 rupees എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇനി ഈ ഗുഡ്വില് കൊണ്ടുവന്നതിന് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മളിപ്പോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഗുഡ്വില്. എന്ത്? ഗുഡ്വില്. പ്രീമിയം ഫോർ ഗുഡ്വില്. ഓക്കെ പ്രീമിയം ഫോർ ഗുഡ്വിൽ ഇപ്പൊ എന്ത് ബാലൻസ് ഉള്ളത്? ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത്. അത് 0 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി പ്രീമിയം ഫോർ
goodwill or goodwill account debtor to sacrificing partners capital account. ഓക്കെ, എന്നിട്ട് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാവും അതെന്താണ് സാക്രിഫൈസിങ് റേഷ്യോ ആണെന്ന്. ഇതാണ് ഗുഡ്വില്ലിന്റെ രണ്ടാമത്തെ ജേണൽ എൻട്രി. ഫസ്റ്റ് സിറ്റുവേഷനിൽ എന്താ ജേണൽ എൻട്രി? നോ ജേണൽ എൻട്രി. രണ്ടാമത്തെ സിറ്റുവേഷനിൽ എന്താണ്? രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഗുഡ്വിൽ ഈസ് ബ്രോട്ട് ഇൻ ക്യാഷ്, അതായത് ന്യൂ പാർട്ണർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഗെയിനിങ് പാർട്ണർ ഗുഡ്വില്ല് കൊണ്ടുവന്നു. ആ ഗുഡ്വില്ല് കൊണ്ടുവന്നതിന് ശേഷം അവരെന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മറ്റു പാർട്ട്നേഴ്സിന്. അങ്ങനെയാണെങ്കിൽ എന്താ ജേണൽ എൻട്രി? Cash account debtor to premium for goodwill or goodwill account. Premium for goodwill or goodwill account debtor to sacrificing partners capital account. ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ ക്യാഷ് കൂടുന്നതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്ത്. എന്തുകൊണ്ടാണ് പ്രീമിയം ഫോർ ഗുഡ്വിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് ഒരു ബോഗസ് എൻട്രി. ഓക്കെ, ജസ്റ്റ് ഒരു ബോഗസ് എൻട്രി. പ്രീമിയം ഫോർ ഗുഡ്വിൽ ഓർ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു എൻട്രി നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ ആ സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് 0 ആവണം, അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്തു. ഇനി ICIന്റെ മെറ്റീരിയൽ അവർ ജനറലി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഓക്കെ, ഈ പ്രീമിയം ഫോർ ഗുഡ്വില്ലും ഈ രണ്ട് പ്രീമിയം ഫോർ ഗുഡ്വില്ലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് നമ്മൾ പ്രീമിയം ഫോർ ഗുഡ്വിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നമ്മൾ പ്രീമിയം ഫോർ ഗുഡ്വിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും സെയിം ബാലൻസ് ആയിരിക്കും, 3000 എന്നാണ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ICI എന്ത് ചെയ്യുന്നത്? നെറ്റ് എൻട്രി പാസ് ചെയ്യുന്നത്. അതായത് ഇത് സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നു. ICI എന്ത് ചെയ്യുന്നത്? ഇതും സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ട് ICI ജേണൽ എൻട്രി പാസ് ചെയ്യുന്നത് ജനറലി cash account debtor to sacrificing partners capital account, sacrificing ratio. ഇതാണ് കേസ് 2ന്റെ ജേണൽ എൻട്രി. ഇനി അടുത്ത ജേണൽ എൻട്രീസിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, ഒരു പേടിയും വേണ്ട മക്കളെ. അതായത് തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് when goodwill is brought in cash and withdrawn by partners. അങ്ങനെയാണെങ്കിൽ അതായത് ഗെയിനിങ് പാർട്ണർ ഗുഡ്വിൽ കൊണ്ടുവന്നതിന് ശേഷം അത് ഡിസ്ട്രിബ്യൂട്ടും ചെയ്യും. ഓക്കെ, എ എന്ന് പറയുന്ന ജേണൽ എൻട്രി, അതായത് ഇത് എയും ഇത് ബിയും ആണ്. ഈ രണ്ട് ജേണൽ എൻട്രി മസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒറ്റ ജേണൽ എൻട്രി പാസ് ചെയ്താൽ മതി. ICIന്റെ മെറ്റീരിയൽ എന്താ ചെയ്യുന്നത്? അവരങ്ങനെ ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഓക്കെ മക്കളെ, ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി കേസ് 3 എന്താന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ജേണൽ എൻട്രി സെയിം തന്നെയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അതായത് എന്ത് ചെയ്ത് ഇത് രണ്ട് എൻട്രി ആണ്. അതായത് പുതിയ പാർട്ണർ ഗുഡ്വിൽ കൊണ്ടുവന്നു, എന്നിട്ട് എന്ത് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആർക്കാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന്. അതാണ് ഈ ഒരു ജേണൽ എൻട്രി. അടുത്ത എന്താന്ന് വെച്ചാൽ അവര് വിഡ്രോ ചെയ്തിട്ട് പോകുന്നു. അവരെന്താ ചെയ്യുന്നത്? ആ ഗുഡ്വില്ല് വിഡ്രോ ചെയ്തിട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ വിഡ്രോ ചെയ്യുമ്പോൾ ഡ്രോയിങ്സിന്റെ ജേണൽ എൻട്രി ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ പഠിക്കാത്തതാ. അന്നേരം ജേണൽ എൻട്രി എന്ന് പറയുന്നത് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്. നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. നോക്കിയാട്ടെ, നെറ്റ് എഫക്റ്റ് 0 ആണ്. ഈ രണ്ട് ജേണൽ എൻട്രി നിങ്ങൾ പാസ് ചെയ്യണം, നിർബന്ധം. നെറ്റ് എഫക്റ്റ് 0 എന്ന് വിചാരിച്ചിട്ട് ജേണൽ എൻട്രി പാസ് ചെയ്യാണ്ടിരിക്കരുത്. ഈ രണ്ട് ജേണൽ എൻട്രി പാസ് ചെയ്യണം. അതായത് അവര് ഗുഡ്വില്ല് കൊണ്ടുവന്ന് ആ ഗുഡ്വില്ല് കൊണ്ടുവന്നോണ്ട് എന്ത് ചെയ്തു? ആ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തിട്ട് പോകും. പക്ഷെ എക്സാമിന് ഇങ്ങനെയല്ല വരാം. അധികം എങ്ങനെ വരാന്ന് വെച്ചാൽ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നിട്ട് 3000 കൊണ്ടുവന്നു. 3000 വിഡ്രോ ചെയ്യൂല. 3000 വിഡ്രോ ചെയ്ത നെറ്റ് എഫക്ട് 0 അല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? 3000 വിഡ്രോ ചെയ്യൂല. ICIക്ക് നിങ്ങളെ ടെസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന്. അതിന് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഹാഫ് വിഡ്രോ ചെയ്തെന്ന് പറയും. ഹാഫ് വിഡ്രോ ചെയ്തെന്ന് പറയുന്നുണ്ടെങ്കിൽ അന്നേരം എന്ത് ചെയ്യണം? 1500 വിഡ്രോ ചെയ്യണം. അവരെ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, വിഡ്രോ ചെയ്യും. പറയുന്ന മനസ്സിലാകുന്നുണ്ട മക്കളെ? കേസ് 3 എന്തെങ്കിലും ഉണ്ടാ? വോയിസിൽ വാ. കേസ് 3യും നിങ്ങൾ ഏകദേശം എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് അത്രേ ഉള്ളൂ. കേസ് 4 എന്ന് പറയുന്നത്, ഓക്കെ, കേസ് 4 അഡ്മിഷനിൽ മാത്രം ഇങ്ങനെ കുറെ കേസസ് അല്ലേ ഉള്ളൂ. റിട്ടയർമെന്റിലൊന്നും ഇല്ല, ഡെത്തിലും ഇല്ല. ഓക്കെ, കേസ് 4 എന്താന്ന് പറഞ്ഞാല്
when the incoming partner is not able to bring premium for goodwill. നമ്മളിപ്പോൾ മൂന്ന് സിറ്റുവേഷൻ പറഞ്ഞത്, ഫസ്റ്റ് അവർ കൊണ്ടുവന്ന് പ്രൈവറ്റ് ആയിട്ട് പേ ചെയ്യുന്നു, രണ്ടാമത്തെ അവർ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, രണ്ടാമത്തത്, മൂന്നാമത്തെ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനുശേഷം ആ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തിട്ട് പോയി. നാലാമത്തെ കേസ് പുതിയ പാർട്ട്ണറിന് ഗുഡ്വില് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ജേർണൽ എൻട്രി പാസ് ചെയ്യാന്നാണ് ചോദ്യം. സിമ്പിൾ ജേർണൽ എൻട്രി. അതായത് ഒരു ഇൻകമിങ് പാർട്ട്ണർ ഗുഡ്വില് കൊണ്ടുവരാനുണ്ട്, ശരിയല്ലേ? ആ ഗുഡ്വില് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അസറ്റ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്രീസ് ഇൻ അസറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. ഈ അസറ്റിന്റെ പേരെന്താണ്? ഇൻകമിങ് പാർട്ട്ണർ. എന്താ പേര്? ഇൻകമിങ് പാർട്ട്ണർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻകമിങ് പാർട്ട്ണർ അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻകമിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കാരണം സാധാരണ നമുക്ക് ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? ഇവിടെ ക്യാഷ് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ക്യാഷ് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അല്ല, ആരാണോ തരാനുള്ളത് അവരാ. ആരാ ഇവിടെ തരാനുള്ളത്? ഇൻകമിങ് പാർട്ട്ണർ. ഇൻകമിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ജേർണൽ എൻട്രി. മക്കളെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റത്തെ ജേർണൽ എൻട്രി തന്നെയാണ് ഇവിടെയും പാസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അവിടെ ക്യാഷ് നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാഷ് കിട്ടാത്തതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ആരെ ഡെബിറ്റ് ചെയ്യേണ്ട? ആരാണോ തരാനുള്ളത് അത്. ഓക്കെ, ആരാണോ തരാനുള്ളത് അത് അവരെന്ത് ചെയ്യാം, നമ്മൾ ഡെബിറ്റ് ചെയ്യാം. എന്താ ആരാ തരാനുള്ളത്? ഇൻകമിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഞാനൊരു കാര്യം, ഈ ഇൻകമിങ് പാർട്ട്ണർ എന്നുള്ള ആളെ നമുക്ക് ഒന്നും കൂടി മാറ്റാം. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ഓക്കെ, ഇൻകമിങ് പാർട്ട്ണറിന് നമ്മൾ പറഞ്ഞ പേരാണ് ഗെയിനിങ് പാർട്ട്ണർ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ ഇൻകമിങ് പാർട്ട്ണറിന് പറഞ്ഞ ഒരു പേരാണ് എന്ത്? ഗെയിനിങ് പാർട്ട്ണർ. അതുകൊണ്ട് തന്നെ ഇൻകമിങ് പാർട്ട്ണർ വിട്ടേ ഒഴിവാക്ക്, മാറ്റി വെക്ക്. ഇൻകമിങ് പാർട്ട്ണർ ഒഴിവാക്ക്. നമ്മൾ ജേർണൽ എൻട്രി നമ്മൾ മാറ്റിയത് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താ ജേർണൽ എൻട്രി? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. ആ ലോജിക്കിലൂടെ നമ്മൾ ജേർണൽ എൻട്രിയിലേക്ക് പോയി. അതായത് ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വേണ്ടത്. പക്ഷെ ക്യാഷ് ഡെബിറ്റ് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട്? ക്യാഷ് കിട്ടാത്തതുകൊണ്ട്. ആരെ ഇപ്പൊ നമുക്ക് തരാനുള്ളത്? ഗെയിനിങ് പാർട്ട്ണർ അല്ലെങ്കിൽ ഇൻകമിങ് പാർട്ട്ണർ. ഇൻകമിങ് പാർട്ട്ണർ തരാനുള്ളത് ഇൻകമിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻകമിങ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു പേര് ശരിയില്ല, ഒരു കേൾക്കാൻ ഒരു രസമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻകമിങ് പാർട്ട്ണറിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്, അയാൾക്ക് വേറൊരു പേരുണ്ട്, അതാണ് ഗെയിനിങ് പാർട്ട്ണർ. എന്താ പറയാ? ഗെയിനിങ് പാർട്ട്ണർ. കാരണം അയാൾക്ക് ലാഭം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതോടെ ഗുഡ്വില്ലെ അഡ്ജസ്റ്റ്മെന്റ് തീർന്ന്. അഡ്മിഷന്റെ ടൈം നിങ്ങൾക്ക് ഈ 4 അഡ്ജസ്റ്റ്മെന്റ് അല്ലാണ്ട് ഇതിന്റെ അപ്പുറം ഒന്നും വരൂല. ഞാൻ പറയുന്നത് ഷുവറായിട്ട് ഒന്നെങ്കിലും ഗുഡ്വില്ല് കൊണ്ടുവരും, അല്ലെങ്കിൽ ഗുഡ്വില്ല് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, അത് ഡിസ്ട്രിബ്യൂട്ട് ഗുഡ്വില്ല് കൊണ്ടുവരും, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കാണ്. രണ്ടാമത്തെ ഗുഡ്വില്ല് കൊണ്ടുവരും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, വിഡ്രോ ചെയ്യും. വിഡ്രോ ചെയ്യുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റനിൽ പറയണം. നമ്മളോട് ആകെ ഗുഡ്വില്ല് ഇത്ര കൊണ്ടുവരുന്നെന്ന് മാത്രം പറഞ്ഞെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ടത് ഗുഡ്വില്ല് കൊണ്ടുവരാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി ഗുഡ്വില്ല് കൊണ്ടുവന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, എന്നിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇത്ര വിഡ്രോ ചെയ്യുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, വിഡ്രോന്റെ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റനിൽ പറയുന്നത് ഈ പാർട്ട്ണർ ഇത്ര ഗുഡ്വില്ല് കൊണ്ടുവരാനുണ്ട്, പക്ഷെ അവർക്ക് ഈസ് നോട്ട് ഏബിൾ ടു ബ്രിങ് ഗുഡ്വിൽ, ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. അങ്ങനെയാണെങ്കിൽ എന്താ ജേർണൽ എൻട്രി? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റ് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ബൈഹാർട്ട് പഠിക്കുന്നതാക്കി ഇത് 4 ഫോമിലെയാ, 4 ജേർണൽ എൻട്രീസ് ആണ്. കൺസെപ്റ്റ് പഠിക്കുന്നതാക്കി ഒറ്റ ജേർണൽ എൻട്രി കഴിഞ്ഞു. അതും പഠിക്കണ്ട, അതും മനസ്സിലായിട്ടുണ്ടോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോബ്ലം, ഒരു അഡ്മിഷന്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്തെല്ലാം കണ്ടുപിടിക്കണം, എന്തെല്ലാം ചെയ്യണം. ഓക്കെ, അതാണ് ഞാനിപ്പോ അടുത്ത് എഴുതാൻ പോകുന്നത്. അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ കോപ്പി ചെയ്യണം. ഓക്കെ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് വെച്ചാൽ, ഇത് ഇങ്ങനെ തന്നെ ഒരു ഓർഡർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് എല്ലാം ട്രീറ്റ്മെന്റ് സുഖമായിരിക്കും. ഓക്കെ, ഒന്ന് കാൽക്കുലേഷൻ ഓഫ് ഓൾഡ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോയിലും കാൽക്കുലേറ്റ് ചെയ്യുന്നു വേണ്ട, തന്നിട്ടുണ്ടാവും. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരും, ചിലപ്പോൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരും. കാരണം
ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റൂ. കാരണം സാക്രിഫൈസിങ് റേഷ്യോന്റെ ഫോർമുല ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇതാണ് ഫസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ. രണ്ട്, ഇതെല്ലാം വർക്കിംഗ് നോട്ടാ. ഇത് രണ്ട്, കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ. ഓക്കെ, ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. ചിലപ്പം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തരും, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഗുഡ് വില്ല് കണ്ടുപിടിക്കാം. ഓക്കെ, മൂന്നാമത് റീവാലുവേഷൻ അക്കൗണ്ട്. നാലാമത് ട്രീറ്റ്മെന്റ് ഓഫ്, ഓക്കെ, ട്രീറ്റ്മെന്റ് ഓഫ് ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ്, ഗുഡ് വിൽ ഇൻ ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നമുക്ക് പെർച്ചേസ്ഡ് ഗുഡ് വിൽ എന്ന് അതിന് പറയും. ഇനി അഞ്ചാമത്തത്, ഓക്കെ, അഞ്ചാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ഓക്കെ 3യുടെ വിട്ടെ, അതാ വിട്ടെ. ഓക്കെ, അത് ഞാൻ പറയുന്നില്ല. മൂന്നാമത്തെ അതല്ല, ഇതാണ് മൂന്നാമത്തെ വരാം, ഇത് നാലാമത്തത്. അത് നാലാമത്തെ വെച്ചാൽ പ്രിപ്പറേഷൻ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, എൻ്റെ മക്കൾക്ക് അറിയാം ഞാൻ എന്തുകൊണ്ടാണ് നാലാമത്തെ സ്റ്റെപ്പ് അങ്ങനെ മൂന്നൊന്നിച്ച് ചെയ്തത്. കാരണം നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യൂല, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യൂല, ബാലൻസ് ഷീറ്റ് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യൂല. നമ്മൾ ഇത് മൂന്നും എന്ത് ചെയ്യും, ഇതിന്റെ ഫോർമാറ്റ് വരച്ചു വെക്കും. നമ്മൾ എന്ത് ചെയ്യും, ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ പറയുന്നതിനനുസരിച്ച് റെക്കോർഡ് ചെയ്യും. അറ്റ് ലാസ്റ്റ് നമ്മൾ എല്ലാ ഐറ്റംസും ട്രീറ്റ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക് നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആവണം, അതേപോലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം, റീവാലുവേഷന് ബാലൻസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് ഈ 4 സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് കാൽക്കുലേഷൻ ഓഫ് ഓൾഡ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ ആൻഡ് ന്യൂ റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ, പിന്നെ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ, പിന്നെ മൂന്നാമത് ട്രീറ്റ്മെന്റ് ഓഫ് ജനറൽ റിസർവ്, പി ആൻഡ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ്, ഗുഡ് വിൽ ഇൻ ബാലൻസ് ഷീറ്റ്. അത് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്യേണ്ട കടമയാണ്. നാലാമത്തതാണ് പ്രിപ്പറേഷൻ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇത് നാലാം നമ്മൾ എവിടെ ചെയ്യേണ്ടത്, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഈ 4 സംഭവം ചെയ്യുമെങ്കിലും ഓക്കെ. അങ്ങനെ റിട്ടയർമെന്റും ഡെത്തും ആണെങ്കിൽ ഇവിടെ ഗെയിനിങ് റേഷ്യോ കൂടി കണ്ടുപിടിച്ചാൽ മതി. കഴിഞ്ഞ് ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോബ്ലം നിങ്ങൾക്ക് ആൻസർ കൂളായിട്ട് കിട്ടും. ഓക്കെ, നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ICAയിലെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യും, ഓരോ ഐറ്റംസ് വായിക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, വായിക്കുന്നതിനനുസരിച്ചിട്ട് ട്രീറ്റ് പ്രോബ്ലം ചെയ്യും. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ 1 വായിക്കാൻ പോകും. ഓക്കെ, വായിച്ചിട്ട് അതിൽ വേണ്ട കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോബ്ലം ചെയ്യും. ഓക്കെ, ഞാൻ ചെയ്യും, ഞാൻ എല്ലാ മൈന്യൂട്ട് ഐറ്റംസും ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ ജേർണൽ എൻട്രിയും ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റും ഉള്ളത് കൊണ്ട് തന്നെ രണ്ടിടത്ത് ട്രാൻസാക്ഷൻസ്, കാരണം അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ള പല കാര്യങ്ങളും രണ്ടിടത്ത് ട്രീറ്റ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റീവാലുവേഷൻ എന്ന് പറയുന്നതിന്റെ ജേർണൽ എൻട്രി ഒരു അസറ്റ് അപ്വേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ അസറ്റ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീവാലുവേഷൻ അക്കൗണ്ടിലും ട്രീറ്റ് ചെയ്യണം, അസറ്റ് അക്കൗണ്ടിലും ട്രീറ്റ് ചെയ്യണം. പക്ഷെ നമ്മളിവിടെ അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യൂല. അതിന് പകരം നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റിന്റെ കൂടെ അപ്വേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ ആഡ് ചെയ്യും, ഡൗൺവേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യും. അതേപോലെ ഒരു ലയബിലിറ്റി അപ്വേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ ആഡ് ചെയ്യും, ഡൗൺവേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യും. ഓക്കെ, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്ത് കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ജേർണൽ എൻട്രി ആയിരിക്കും. അതിനൊരു ഡെബിറ്റ് പോസ്റ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് പോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഐറ്റംസ് ആണെങ്കിൽ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആഡും മൈനസും ചെയ്യും. ഇതാണ് നമ്മുടെ സ്റ്റൈൽ. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കും. The following is the balance sheet of Ram and Mohan, who share the profit in the ratio of 3:2 as on 1st January 2016. അതായത് ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2. ഓക്കെ, എന്നിട്ട് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് എല്ലാം ഒന്ന് വായിക്കണം.
ട്രേഡ് പേയബിൾസ് എമൗണ്ട് ഒന്നും വേണ്ട കേട്ടാ, എമൗണ്ടിന് വലിയ വാല്യൂ ഇപ്പം കൊടുക്കണ്ട, നമുക്ക് കുറച്ച് മതി. ട്രേഡ് പേയബിൾസ് രാം ലിമിറ്റഡ്, മോഹൻ ലിമിറ്റഡ്, സോറി മോഹൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ. ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻവെന്ററീസ്, ട്രേഡ് പേയബിൾസ്, ബാങ്ക്. ഇതാണ് നമുക്ക് തന്ന ഡീറ്റെയിൽസ്. ഓക്കെ, പിന്നെ നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ ഓൺ ദിസ് ഡേറ്റ് ശ്യാം വാസ് അഡ്മിറ്റഡ് ഓൺ ദി ഫോളോയിങ്. അതായത് ഓൺ ദിസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1st January 2016 എന്ത് ചെയ്തു, ശ്യാമിനെ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് പറയുന്നത് ഹി ഈസ് ടു പേ 25,000 ആസ് ഹിസ് ക്യാപിറ്റൽ, 25,000 രൂപ അയാളെ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരണം. ആൻഡ് ₹10,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഫോർ 1/5 ഷെയർ ഇൻ പ്രോഫിറ്റ്. അതായത് അയാൾക്ക് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. 10,000 rupees ആണ് അയാൾ ഗുഡ്വില്ല് ഷെയർ കൊണ്ടുവരുന്നത്. എത്രയാണ് ഗുഡ്വില്ല് ഷെയർ കൊണ്ടുവരുന്നത്? 10,000 rupees. അയാൾ എത്ര കൊണ്ടുവരുന്ന 10,000 ഗുഡ്വില്ല് ഉണ്ട്. The new profit sharing ratio is 5:3:2. Okay, new profit sharing ratio 5:3:2. The assets are to be revalued as under. Building 25,000. Building already ഉള്ളത് 18,000 ആണ്, ഇപ്പൊ 25,000 ആയി. Upward revaluation. Plant and machinery 12,000. Okay, plant and machinery 15,000 ആണ്, 12,000 ആയി. Downward revaluation. Inventories 12,000 ആണ്, ഇപ്പം വാല്യൂ 12,000. നോ റീവാലുവേഷൻ. ഓക്കെ, അത് നോ റീവാലുവേഷൻ, സെയിം വാല്യൂ ആണ്, ഇഗ്നോർ ഇറ്റ്. ട്രേഡ് റിസീവബിൾസ് ബിക്കോസ് ഓഫ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 9,500. അതുകൊണ്ട് തന്നെ ട്രേഡ്, ഓക്കെ, നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ തെറ്റുണ്ടാവില്ല. എന്റെ ക്വസ്റ്റ്യനിൽ അത് തെറ്റാണ്, ട്രേഡ് റിസീവബിൾസ് ആവേണ്ടത്. അസറ്റ് സൈഡ് ട്രേഡ് റിസീവബിൾസ് ആണ്. ഓക്കെ, അത് എററാണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ 10,000 ഉള്ളത് 9,500 ആയി, അതും ഡിക്രീസ് ഇൻ അസറ്റ് ആണ്. എന്നിട്ട് നമ്മളോട് പറയുന്നത് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദർ വാസ് എ ലയബിലിറ്റി ഓഫ് ₹1,500 ഫോർ ഗുഡ്സ് റിസീവ്ഡ് ബട്ട് നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ്. അതായത് എനിക്കൊരു ലയബിലിറ്റി ഉണ്ട്, എന്തിനു വേണ്ടിയിട്ട്? അതായത് ഞാൻ ഒരു ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് റെക്കോർഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അതൊരു അൺറെക്കോർഡഡ് ലയബിലിറ്റി ആണ്. ഞാൻ ഇന്നലെ അൺറെക്കോർഡ് ലയബിലിറ്റിന്റെ ട്രീറ്റ്മെന്റും പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. എന്നിട്ട് നമ്മളോട് പറയും ഗിവ് ജേർണൽ എൻട്രീസ് ടു റെക്കോർഡ് ദി അബവ് ആൻഡ് ഓൾസോ ഗിവ് ബാലൻസ് ഷീറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഓഫ് ആഫ്റ്റർ ശ്യാംസ് അഡ്മിഷൻ. നമ്മളോട് ജേർണൽ എൻട്രി പാസ് ചെയ്തതിന് ശേഷം ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്ട് നമ്മളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാ പറയുന്നത് ക്വസ്റ്റ്യൻ. പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജേർണൽ എൻട്രി ഞാൻ പാസ് ചെയ്യും. ഓക്കെ, ജേർണൽ എൻട്രി എന്റെ മനസ്സിൽ പാസ് ചെയ്യും. ഞാൻ ലെഡ്ജർ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യൂ. ഇപ്പോൾ ജേർണൽ എൻട്രീസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, പക്ഷെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഞാനിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലാസ് കഴിഞ്ഞ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്യും. എത്ര ടൈം എടുക്കും നോക്കുക, അത് പ്രശ്നമല്ല. പക്ഷെ നമുക്കത് കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഈ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ് ജനറൽ റിസർവ് ഇല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ല. അസറ്റ് സൈഡിലോ പർച്ചേസ്ഡ് ഗുഡ്വിൽ ഇല്ല, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഇല്ല. ഉള്ളപ്പോൾ മാത്രമേ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വിട്ടേ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു. ഓക്കെ, അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഒരു വട്ടം വായിച്ചിട്ടുണ്ട്, എനിക്ക് ഏകദേശം ഏതെല്ലാം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, എല്ലാവരും വെയിറ്റ് ചെയ്യും. ഈ പേജ് ഞാൻ മാറ്റിയത്, ഈ പേജ് ഒന്നും ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ വേറെ ഒരു ഫയൽ വെച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് വരച്ചു. ഓക്കെ, ബാലൻസ് ഷീറ്റ് വരച്ചതിന് ശേഷം ഓക്കെ, ഞാൻ ഫസ്റ്റ് തന്നെ എന്താണെന്ന് വെച്ചാൽ നോട്ട് ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഓൾഡ് റേഷ്യോ? ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. എത്രയാണ്? 3:2. രണ്ടാമത്തെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 5:3:2. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഓക്കെ, 2 പാർട്ട്ണർ ഉണ്ട് നമുക്ക്. എന്താ പാർട്ട്നേഴ്സിന്റെ പേര്? രാമും മോഹൻ. നമ്മൾ എന്ത് ചെയ്യുക, അവർ രണ്ടാളെയും സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാം. രാംസ് സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ എത്രയാ? 3/5 മൈനസ് 5/10. ഓക്കെ, ഈക്വൽ ടു 10 ഡിനോമിനേറ്ററിൽ എടുക്കുക, 2 into 3 minus 5 into 1, that is equal to 1/10. ഓക്കെ, ഇനി രാമിന്റെ കഴിഞ്ഞ അടുത്ത പാർട്ട്ണറിന്റെ പേര് മോഹൻ. മോഹൻസ് സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 2/5 മൈനസ് 3/10, that is equal to 10 ഡിനോമിനേറ്ററിൽ എടുക്കുക, 2 into 2 4
minus 3, that is equal to 1/10. Okay, 1/10 കിട്ടി. എല്ലാവരും കാണുന്നില്ല 1/10 കിട്ടിയത്? 1/10 1/10 കിട്ടി. അതായത് നമ്മൾ അതിന്റെ താഴെ എന്താ എഴുതി വെക്കേണ്ടത് വെച്ചാൽ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1:1. രണ്ട് പാർട്ട്ണറും അവരവരെ റേഷ്യോന്ന് 1:1 ആണ് സാക്രിഫൈസ് ചെയ്യും. ഇനി ഇവർ ഗുഡ്വില്ല് നമ്മളോട് പറയുന്നുണ്ട്. അത് ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോ ഗുഡ്വില്ല് കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഗുഡ്വില്ലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനിൽ ഗുഡ്വില്ല് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിന്റെ കാൽക്കുലേഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇപ്പം തന്നെ പോവാം. ഓക്കെ, നമുക്കറിയാം. ഓക്കെ, സി ഷെയർ ഓഫ് ഗുഡ്വില്ല്, അയാൾ കൊണ്ടുവരുന്ന ഗുഡ്വില്ല് എത്രയാ? 10,000 rupees ആണ്. എത്രയാണ്? 10,000 rupees. അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എക്കും ബിക്കും കൊടുക്കണം. എ ഷെയർ ഓഫ് ഗുഡ്വില്ല് ഈസ്, സോറി സി അല്ല, ശ്യാം. ഓക്കെ, ശ്യാം കൊണ്ടുവരുന്ന ഗുഡ്വില്ല് എത്രയാണ്? ശ്യാം ഷെയർ ഓഫ് ഗുഡ്വില്ല് എന്ന് പറയുന്നത് 10,000 ആണ്. ഇനി രാം ഷെയർ ഓഫ് ഗുഡ്വിൽ, ഓക്കെ, രാംസ് ഷെയർ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത് 10,000 into 1/2, that is equal to 5,000. ഓക്കെ, പിന്നെ അടുത്ത മോഹൻസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു 10,000 into 1/2, that is equal to 5,000. അതായത് ഇവിടെ എന്താ പറയുന്ന വെച്ചാല് പുതിയ പാർട്ണർ ശ്യാമ 10,000 രൂപ ഗുഡ്വില്ല് കൊണ്ടുവന്നതിനാൽ അത് രാമനും മോഹനും 5,000 വെച്ചിട്ടാണ് കിട്ടുക. എന്തുകൊണ്ടാ? അവരെ സാക്രിഫൈസിങ് റേഷ്യോ തന്നെയാണ് 1:1. ഇതെല്ലാം വർക്കിംഗ് നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട. വർക്കിംഗ് നോട്ട് വരെ നമ്മൾ ചെയ്ത് തീർത്ത്. എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയും വേണ്ട. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് ഞാൻ റീവാലുവേഷൻ അക്കൗണ്ട് വെറുതെ ഇങ്ങനെ വെക്കാം. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ടിൽ ഒന്നല്ല ഞാൻ പോസ്റ്റ് ചെയ്യുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ളതായിരിക്കും. ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ശ്രദ്ധിക്കല്ലാതെ ക്വസ്റ്റ്യൻ ഒന്നും കൂടിയും 1 മുതൽ വായിക്കാൻ തുടങ്ങുന്നു. വായിക്കുന്നതിനനുസരിച്ച് ഞാൻ ആൻസർ ചെയ്താൻ തുടങ്ങും. ഓക്കെ, ശ്രദ്ധിച്ചോ. The following is the balance sheet of Ram and Mohan who share profits in the ratio of 3:2 as on 1st January 2016. അതിന് നമുക്കൊന്നും എഫക്റ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ അത് ലീവ് ചെയ്തു. ലയബിലിറ്റി സൈഡ്, ട്രേഡ് പേയബിൾസ് 15,000 രൂപ. ഓക്കെ, എന്റെ ഓർമ്മയില് ട്രേഡ് പേയബിൾസ് റിലേറ്റഡ് ആയിട്ട് റീവാലുവേഷൻ ഇല്ല. ഒരു ഐറ്റം റീവാലുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ആ വാല്യൂ ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി. ഔട്ടർ കോളത്തിൽ എവിടെയാ കാണിക്കേണ്ടത്? ഔട്ടർ കോളത്തിൽ 15,000 ട്രേഡ് പേയബിൾസ് ഞാൻ കാണിച്ചു. ഓക്കെ ആണോ എല്ലാവരും? ഇനി അടുത്ത രാംസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് രാം മോഹൻ, പിന്നെ മൂന്നാമത്തെ ആള് ശ്യാം. ഓക്കെ, രാം മോഹൻ ശ്യാം. ഓക്കെ, ഇനി നമ്മുടെ ലയബിലിറ്റി സൈഡിലുള്ള 2 ഐറ്റംസ് ആണ്, രാമിന്റെ ക്യാപിറ്റലും മോഹന്റെ ക്യാപിറ്റലും. നമ്മൾ ബാലൻസ് ഷീറ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇപ്പം തന്നെ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മുടെ ആ വാല്യൂ നമ്മൾ കാണിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. കാരണം ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തായിട്ടാ കാണിക്കുക? ക്യാപിറ്റലിന് ജനറലി ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നിട്ട് കാണിക്കാം. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ രാം മോഹൻ 20,000 25,000. ഓക്കെ, അടുത്തത് എന്നാലും നമ്മൾ ലയബിലിറ്റി സൈഡ് ഇപ്പൊ ഫിനിഷ് ചെയ്ത്. ഇനി നമുക്ക് ലയബിലിറ്റി സൈഡിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഒഴിവാക്കി കഴിഞ്ഞു. ഇനി അസറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ, ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ബിൽഡിങ്ങിൽ എന്തുണ്ട്? റീവാലുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിൽഡിങ് അസറ്റ് സൈഡ് തന്നെ കാണിക്കാം. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിൽഡിംഗ് 18,000 അല്ലേ നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂ, അത് ഇന്നർ കോളത്തിൽ കാണിക്കാം. അതെവിടെ കാണിക്കണ്ടേ? ഇന്നർ കോളത്തിൽ. ഒരു ഐറ്റത്തിന് റീവാലുവേഷൻ ഉണ്ടെങ്കിൽ, ഒരു അസറ്റിനോ ഒരു ലയബിലിറ്റിക്കോ ഒരു റീവാലുവേഷൻ ഉണ്ടെങ്കിൽ അത് ഇന്നർ കോളത്തിൽ കാണിക്കും. ഓക്കെ, ഞാൻ ജേർണൽ എൻട്രി പറയാൻ തുടങ്ങിയിട്ടില്ലേ മക്കളെ? പഠിക്കുകയോ വേണ്ട, വെയിറ്റ് ചെയ്യും. ഞാനിപ്പോ ഇത് പോസ്റ്റ് ചെയ്ത് മാത്രമേ എടുത്തിങ്ങനെ ഓരോരുത്തർ ഇടുകയും വെറുതെ ഇടുന്നതല്ല. ബാലൻസ് ഷീറ്റിൽ ഐറ്റം, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് ഐറ്റം, ലയബിലിറ്റി സൈഡ്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിച്ചത്? അത് സ്പെസിഫിക് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ലയബിലിറ്റി സൈഡ് നമ്മൾ കാണിക്കും, പേടിക്കണ്ട, വെയിറ്റ് ചെയ്യും.
ബിൽഡിംഗ് 18,000 ഇന്നർ കോളത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത്, അതായത് റീവാലുവേഷൻ ഉള്ള ഐറ്റം ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, ഇന്നർ കോളത്തിൽ കാണിക്കണം. നിങ്ങൾക്കറിയാം അഡ്ജസ്റ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ആ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ ചെയ്യരുത്, വെയിറ്റ് ചെയ്യും. നമ്മൾ ഓരോ ഓർഡർ വൈസ് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഏടെ എന്താ തെറ്റിയത് മനസ്സിലാവില്ല, എറർ കണ്ടുപിടിക്കാൻ പറ്റൂല. അതൊന്നും കൂടി ആ പോസ്റ്റ് കുറച്ച് ഞാൻ ഇട്ടുതരാം, നേരത്തെ ഫോട്ടോ. വെയിറ്റ്. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് വിടാം. ബാലൻസ് ഷീറ്റിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് എത്ര പൈസ കാണിക്കാം, 15,000 രൂപ കാണിക്കാം. അതും ഇന്നർ കോളത്തിൽ, കാരണം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇൻവെന്ററീസ് ആണ്. ഇൻവെന്ററീസിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാല്യൂ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ ഔട്ടർ കോളത്തിൽ കാണിച്ചു 12,000 rupees. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ട്രേഡ് റിസീവബിൾസ് ആണ്. ഓക്കെ. ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുമ്പോൾ അതിനും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സ്പേസ് വിടേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇന്നർ കോളത്തിൽ അല്ലാതെ കാണിച്ചാൽ, ഇന്നർ കോളത്തിൽ കാണിച്ചാൽ മാത്രം സ്പേസ് വിട്ടാൽ മതി. ട്രേഡ് റിസീവബിൾസ് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇന്നർ കോളത്തിൽ കാണിക്കാം. അടുത്തത് ബാങ്ക് ആണ്. ബാങ്ക് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, അഡ്മിഷന്റെ ടൈം നിങ്ങൾ എപ്പോ ഏത് പ്രോബ്ലം ചെയ്യുമ്പോൾ ബാങ്കിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബാങ്ക് ഓർ ക്യാഷ് എപ്പം ഇന്നർ കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. കാരണം അതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. കാരണം ക്യാപിറ്റൽ കൊണ്ടുവരിക, ഗുഡ് വില്ല് കൊണ്ടുവരിക, ഇതെല്ലാം ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ബാങ്ക് ആയിട്ടാണ് കൊണ്ടുവരാം. എന്നിട്ട് എന്തായാലും ബാങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് വരും. അതുകൊണ്ട് തന്നെ ബാങ്ക് ഇന്നർ കോളത്തിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല്, അഡ്ജസ്റ്റ്മെന്റ് വായിച്ചിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോയത്. ഓക്കെ. എപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജേർണൽ എൻട്രീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് 2 സ്ഥലത്ത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ഡെബിറ്റ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. ഓക്കെ. 2 വട്ടം ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ തെറ്റും, ഗ്യാരണ്ടിയാ. ഓക്കെ. ഫസ്റ്റ്, പുതിയ പാർട്ണർ ശ്യാം ഈസ് ടു പേ ₹25,000 ആസ് ഇസ് ക്യാപിറ്റൽ. നിങ്ങൾ അന്നേരം ജേർണൽ എൻട്രി വീട്ടിൽ നിന്ന് പറഞ്ഞാട്ടെ. ജേർണൽ എൻട്രി എന്താന്ന്, ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ശ്യാംസ് ക്യാപിറ്റൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് എന്താ ഉള്ളത്, ബാങ്ക് ഡെബിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് കൂടെ ചെയ്യുക, കുറേ ചെയ്യുക, ബാങ്ക് കൂടും. ഓക്കെ. ബാങ്ക് കൂടും, ശരിയല്ലേ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു, ബാങ്ക് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കേണ്ടത്. പക്ഷെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് ബാലൻസ് ഷീറ്റിൽ ബാങ്കിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അത് ആഡ് ചെയ്യാം. ശ്യാംസ് ക്യാപിറ്റൽ എത്ര എമൗണ്ട്, 25,000. ഓക്കെ. കാരണം ബാങ്കിൽ ഇപ്പോൾ ഓൾറെഡി 5,000 ആവുള്ള, അതിന്റെ കൂടെ ഈ 25,000 വന്നാൽ അത് കൂടിയിട്ടുണ്ടാവും, 30,000 ആയി. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇത് ഒരു ട്രീറ്റ്മെന്റ്. ഓക്കെ. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ട്രീറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിൽ ബാങ്കിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. കൂടുന്നതാണെങ്കിൽ ആഡ് ചെയ്യുക, കുറയുന്നതാണെങ്കിൽ മൈനസ് ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ബാങ്ക് അക്കൗണ്ട് ട്രീറ്റ് ചെയ്ത്. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ശ്യാംസ് ക്യാപിറ്റൽ ആണ്. നമ്മൾ ശ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ശ്യാംസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് എവിടെയാ ഉള്ളത്, ക്രെഡിറ്റ് സൈഡ് ആണോ ഡെബിറ്റ് സൈഡ് ആണോ, ക്രെഡിറ്റ് സൈഡ് ആ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാ പോസ്റ്റ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ. ബൈ ബാങ്ക് എത്ര എമൗണ്ട്, 25,000. അത് ശ്യാം കൊണ്ടുവരുന്നതുകൊണ്ട് ശ്യാമിന്റെ കോളത്തിലാണ് കാണിക്കേണ്ടത്. കാണിക്കേണ്ടത് ബൈ ബാങ്ക്. പിന്നെ അടുത്ത വായിക്കുന്നത്, ഓക്കെ, ഇപ്പൊ വായിച്ചത് ഒരു ഐറ്റം വായിച്ചിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് നടത്തി. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ, 10,000 ആസ് എ ഷെയർ ഓഫ് ഗുഡ്വിൽ ഫോർ 1/5 ഷെയർ ഇൻ പ്രോഫിറ്റ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് നോട്ട് പ്രകാരം ഗുഡ്വില്ലിന്റെ എമൗണ്ട് എല്ലാം കണ്ടുപിടിച്ചു. ജേർണൽ എൻട്രി നമുക്കറിയാം, ഗുഡ്വില്ല് കൊണ്ടുവരുന്നെന്നാ പറയുന്നത്. ഓക്കെ. കൊണ്ടുവരുമ്പോൾ എന്താ ജേർണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, എന്താ ചെയ്യേണ്ടത് അതായത് നമ്മൾ എന്ത് ചെയ്യാ, ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കാം. ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബാങ്കിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ആഡ് ആരുതാണ്, രാംസ് ക്യാപിറ്റൽ. ഓക്കെ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാംസ് ക്യാപിറ്റൽ ടു പേരുന്നാണ് മോഹൻസ് ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാംസ് ക്യാപിറ്റൽ ടു മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാ ജേർണൽ എൻട്രി. രാംസ് ക്യാപിറ്റൽ ആഡ് ചെയ്യുക, എത്ര എമൗണ്ട്, 5,000 rupees പ്ലസ് മോഹന്റെ എത്രയാ, അതും 5,000 rupees. ഓക്കെ. ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ആണ്, അല്ലെങ്കിൽ മൈനസ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ ഇടണം. ഓക്കെ. ഈ 3 ഐറ്റംസ്.
ഇനി നമ്മൾ ആ ഡെബിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്രെഡിറ്റ് സൈഡ് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിക്കോ, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിൽ ഗുഡ് വിൽ എഴുതിക്കോ. ഓക്കെ എന്താ എഴുതേണ്ടത്? ഗുഡ് വിൽ എഴുതിക്കോ. എത്രയാണ്? രാമിന്റെ കോളത്തിൽ 5000, മോഹന്റെ കോളത്തിൽ 5000. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് പോസ്റ്റിംഗ് അറിയില്ല മക്കളെ. രാമിന്റെ ക്രെഡിറ്റിലാണെന്നുള്ളത് അതുകൊണ്ട് 5000 രാമിൽ കാണിച്ച്, മോഹനിൽ ക്രെഡിറ്റിലാവുള്ളത് മോഹനിൽ 5000 കാണിച്ചു. ശ്യാമിൽ കാണിക്കണം വേണ്ട, ശ്യാമിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്ത് തീർത്തു. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ചാണ്. അത് ഒഴിവാക്കി, വേണ്ട ആവശ്യം. ദ അസറ്റ്സ് ആർ ടു ബി റീവാല്യൂഡ് ആസ് അണ്ടർ. ബിൽഡിംഗ് 25,000. ബിൽഡിംഗ് ശരിക്കും വാല്യൂ ഉള്ളത് 18,000 ആണ്. ഇപ്പൊ എത്രയായി? 25,000. ഇൻക്രീസ്ഡ് റീവാലുവേഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയാണോ ഇൻക്രീസ് ചെയ്യുന്നത് അതാണ് നമ്മൾ കാണിക്കേണ്ടത്. 18,000 25,000 ആയി കഴിഞ്ഞാൽ 7,000 ആണ് ഇൻക്രീസ്. എത്രയാണ് ഇൻക്രീസ്? 7,000 ആണ് ഇൻക്രീസ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. എന്താ ജേർണൽ എൻട്രി? ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. എത്ര എമൗണ്ട്? 25,000 മൈനസ് 18,000. ഓക്കെ 25,000 മൈനസ് 18,000. നമ്മൾ എന്ത് ചെയ്യാം? എന്താ ജേർണൽ എൻട്രി? ഒന്നും കൂടി പറഞ്ഞിട്ട് ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റീവാലുവേഷൻ. ബിൽഡിംഗ് അക്കൗണ്ടിലാണ് ഫസ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ബിൽഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അസറ്റ് സൈഡ് ബിൽഡിങ്ങിന്റെ കൂടെ ആഡ് ചെയ്യുക. ആഡ് ആണെങ്കിൽ ഇൻക്രീസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ഡിക്രീസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. ആഡ് ഇൻക്രീസ് എത്ര എമൗണ്ട്? 7,000. ഇപ്പൊ നമ്മുടെ വാല്യൂ എത്രയായി? 25,000. ഓക്കെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡിംഗ് ഡെബിറ്റാ ചെയ്തത്, എന്താ ക്രെഡിറ്റ് ചെയ്യുന്നത്? റീവാലുവേഷൻ അക്കൗണ്ട്. എന്നാൽ അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യണം. എന്താ പോസ്റ്റ് ചെയ്യുക? ബൈ ബിൽഡിംഗ് 7,000 റുപ്പീസ്. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറി. 15,000 ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഉള്ളത്. ഇപ്പൊ എത്രയുള്ളത്? 12,000. എന്താ ജേർണൽ എൻട്രി? എന്താ? ഡിക്രീസിന്റെ അസറ്റ് ആണ്. അതുകൊണ്ട് ജേർണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി. എത്ര എമൗണ്ട് വരാം? 15,000 മൈനസ് 12,000, 3,000 റുപ്പീസ്. ഓക്കെ ജേർണൽ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി. ഫസ്റ്റ് ഡെബിറ്റ് എന്താ ഉള്ളത്? റീവാലുവേഷൻ അക്കൗണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ട എവിടെയാണ്? റീവാലുവേഷൻ അക്കൗണ്ട്. ഏത് സൈഡിൽ? ഡെബിറ്റ് സൈഡ് തന്നെ. ടു പ്ലാന്റ് ആൻഡ് മെഷീനറി. എത്ര എമൗണ്ട്? 3,000 റുപ്പീസ്. ഓക്കെ 3,000 റുപ്പീസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത എന്താണ്? റീവാലുവേഷൻ ഡെബിറ്റ് സൈഡിലുള്ളത് പോസ്റ്റ് ചെയ്ത്, ക്രെഡിറ്റ് സൈഡ് എന്താ? പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? അസറ്റ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിന്റെ കൂടെ. ഡിക്രീസ് ആയതുകൊണ്ട് ഡിക്രീസ് ചെയ്താ എത്രയാണ്? 3,000. അത് മൈനസ് ആണ്, കുറയുന്നു. ഡിക്രീസ് ആയതുകൊണ്ട് മൈനസ് ചെയ്യണം. ഔട്ടർ കോളത്തിൽ എന്ത് ചെയ്യണം? അപ്പം തന്നെ മൈനസ് ചെയ്ത് ഔട്ടർ കോളത്തിൽ എമൗണ്ട് കാണിച്ചു കേട്ടാ. ഇനി മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇൻവെന്ററി. അതിന് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. പിന്നെ അടുത്ത ട്രേഡ് റിസീവബിൾസ്, അതും ഡിക്രീസ് ആണ്. ഡിക്രീസിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ട്രേഡ് റിസീവബിൾസ്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ട്രേഡ് റിസീവബിൾസ്. ഫസ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് ഏതാ ഉള്ളത്? അത് അവിടെയാണ്. അത് റീവാലുവേഷൻ അക്കൗണ്ട് ടു ട്രേഡ് റിസീവബിൾസ്. എത്ര എമൗണ്ട്? കാരണം ആ ടൈം 10,000 ഉള്ളത്, ഇപ്പൊ എത്രയുള്ള? 9,500. അത്ര 500 രൂപയാണ് കുറഞ്ഞത്. എത്രയാണ് കുറഞ്ഞത്? 500 രൂപ. നമ്മൾ അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്. എന്തുകൊണ്ടാ? ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഡിക്രീസ് 500. ഓക്കെ 9,500. ഓക്കെ ആണോ ഇതുവരെ? നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് there was a liability for 1,500 for goods received but not recorded in books. ഇത് ഞാനൊരു അൺറെക്കോർഡ് ലയബിലിറ്റി എന്നാ പറഞ്ഞത്. ചില ആൾ പറഞ്ഞ ട്രേഡ് പേയബിൾസിന്റെ കൂടെ ട്രീറ്റ് ചെയ്തുകൂടെ? അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ബെറ്റർ ട്രീറ്റ് ആസ് അൺറെക്കോർഡ് ലയബിലിറ്റി. പുതിയ ഐറ്റം ആയിട്ട് എന്തായാലും സെയിം ട്രീറ്റ്മെന്റ് വരാം. എന്താ ട്രീറ്റ്മെന്റ്? എന്താ ജേർണൽ എൻട്രി? ഒരു പുതിയ ലയബിലിറ്റി ഉണ്ടാവുമ്പോൾ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. ജേർണൽ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്രെഡിറ്റ് ഫോർ ഗുഡ്സ്. ഓക്കെ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ഫോർ ഗുഡ്സ് എന്ന് പറയുന്നത്? ഇവിടെ പറയുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട് ഇതൊരു ലയബിലിറ്റി ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഗുഡ്സ് വാങ്ങിച്ചതിന്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പേരെന്തിടാ? ക്രെഡിറ്റ് ഫോർ ഗുഡ്സ് എന്ന് തൽക്കാലം പേരിടാം. ഓക്കെ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ ലയബിലിറ്റി എന്ന് മാത്രം അങ്ങനെ എഴുതുന്നത് ഒരു നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രെഡിറ്റ് ഫോർ ഗുഡ്സ് എന്ന് എഴുതാം. അന്നേരം ജേർണൽ എൻട്രി എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്രെഡിറ്റ് ഫോർ ഗുഡ്സ്. അന്നേരം ഫസ്റ്റ് ഡെബിറ്റ് സൈഡ് എന്താ ഉള്ളത്? റീവാലുവേഷൻ. അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുക ടു ക്രെഡിറ്റ് ഫോർ ഗുഡ്സ്. എത്ര എമൗണ്ട്? 1,500. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്
ക്രെഡിറ്റ് ഫോർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് ലാബിലിറ്റി സൈഡ് ഒരു ഐറ്റം ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റൂല. ഇൻക്രീസ് ആ ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പുതിയ ഐറ്റം ആയതുകൊണ്ട് നിങ്ങൾ പുതിയ ഐറ്റത്തിന്റെ പേര് ചെയ്ത ക്രെഡിറ്റ് ഫോർ ഗുഡ്സ് 1500. ഓക്കെ, ഇതോടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് ഞാൻ പറഞ്ഞേ, ഓരോ ട്രാൻസാക്ഷൻസ് നിങ്ങൾ എടുക്കുക, അത് വായിക്കുക, അത് ഇന്റർപ്രറ്റ് ചെയ്യുക, അതിന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ഒരു ഐറ്റം എടുക്കുക, അതിന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യുക, അതെന്ത് ചെയ്യുക, ജേർണൽ എൻട്രി പാസ് ചെയ്യുക, എന്നിട്ട് പിന്നെ പോസ്റ്റ് ചെയ്യുക. പറയുന്ന മനസ്സിലായില്ല? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സബ്ജക്ട് എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനൊന്നും പറ്റൂല. ഇനി ഞാൻ എന്താ പറയുന്ന വെച്ചാല്, ഓക്കെ, നിങ്ങൾ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞില്ലേ, നിങ്ങൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബാലൻസ് ചെയ്യേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. ഫസ്റ്റ് എന്താ ബാലൻസ് ചെയ്യേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് കൂടുതലായതുകൊണ്ട് 7000 കിട്ടി. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബാലൻസിങ് ഫിഗർ കിട്ടുമ്പോൾ ഞാൻ ബ്രാക്കറ്റിലാണ് ഇടാം. ഓക്കെ, 3000, 3500, 4000, 5000, 2000 പ്രോഫിറ്റ് കിട്ടും. എത്ര കിട്ടാ? ടു പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ. എന്താണ് ടു പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ? മക്കളെ, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണോ കറണ്ട് അക്കൗണ്ടിലേക്കാണോ കാണിക്കേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. കാരണം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മളിവിടെ, ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ക്വസ്റ്റനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് വന്നിട്ടെങ്കിൽ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. എന്നിട്ട് ആരെല്ലാം പാർട്ട്ണർ? ഓൾഡ് പാർട്ട്നേഴ്സിനാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. രാമനും മോഹനും ഏത് റേഷ്യോയില്? അവരെ ഓൾഡ് റേഷ്യോയില് 2000 ഇൻറ്റു എന്താണ് ഓൾഡ് റേഷ്യോ? 3/5. എത്ര വരാ? 1800. ഇഫ് ഐ ആം റൈറ്റ്, ഇവിടെ 1200 വരും. അടിയിലുള്ള കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, 1200. ഓക്കെ, ഇനി മക്കളെ, ഇതിപ്പോ നിങ്ങൾ പാസ് ചെയ്ത ഒരു ജേർണൽ എൻട്രി. എന്താ ജേർണൽ എൻട്രി? അതായത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു രാംസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്ത് റീവാലുവേഷനിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ അതെന്ത് ചെയ്യുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യുക ബൈ റീവാലുവേഷൻ. ഓക്കെ, എത്ര എമൗണ്ട്? കാരണം എല്ലാ ജേർണൽ എൻട്രിക്കും ഒരു ഡെബിറ്റും ഉണ്ട്, ഒരു ക്രെഡിറ്റും ഉണ്ട്. 1800, 1200. ഇനി അടുത്ത നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സീഡ് മൂന്നാമത്തെ ആളത് 25,000, രണ്ടാമത്തെ ആളത് 25, 30, 31,200. എന്തെങ്കിലും ആഡിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ, 25,000, 26,800. ഓക്കെ, ഡെബിറ്റ് സൈഡ് ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടു ബാലൻസ് ക്യാരി ഡൗൺ. ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതെന്ത് ചെയ്യുക, ബ്രാക്കറ്റിലാണ് കാണിക്കേണ്ടത്. അത് ബാലൻസിങ് ഫിഗർ ആണ്. ഓക്കെ, okay. 26,800, 31,200, 25,000. ഓക്കെ, ഫൈൻ. ഓക്കെ, അതായത് നേരത്തെ ഒരു മൾട്ടിപ്ലിക്കേഷൻ എറർ ഉണ്ട്. അതായത് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ 2000 ഇൻറ്റു 3/5 എന്ന് പറയുന്നത് 1200 ആണ്. പിന്നെ 2000 ഇൻറ്റു 2/5 എന്ന് പറയുന്നത് 800 ആണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുമ്പോഴും സെയിം ആയിട്ട് കാണിക്കണം. ഓക്കെ, അതായത് 1200, 800. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറേ എമൗണ്ട്സ് മാറ്റേണ്ടി വരും. അതായത് നമ്മൾ ടോട്ടൽ ചെയ്തത് തെറ്റാണെന്നേരം. ഓക്കെ, ടോട്ടൽ ചെയ്യുന്നത് ഒന്നും കൂടി ചെയ്യാം. ഇവിടെ 25,000 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇവിടെ 25,000 വരും ടോട്ടൽ. 25,000, 30,000, 30,800 വരും. ഓക്കെ, അടുത്തത് 25,000, 26,200. ഓക്കെ, ഇവിടെ 26,200 വരും. ഇതേപോലെ 30,800 വരും. ഓക്കെ, 26,200 ആണ് ഇവിടെ ബാലൻസ് വരാം. 30,800. കാരണം ഡെബിറ്റ് സൈഡ് ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയ എമൗണ്ട് എഴുതിയാൽ മതി. ഈ ബാലൻസ് ക്യാരി ഡൗൺ കിട്ടുന്ന നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ, അതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടത്. ഓക്കെ, ഈ ക്യാപിറ്റലാണ് ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടത്. മക്കളെ മനസ്സിലായിക്കോ, ഈ ബാലൻസ് ഷീറ്റ് ചില ആൾക്കാർക്കൊന്നും അതൊന്നും അറിയില്ല, അതാ പ്രശ്നം. ഈ ക്യാപിറ്റലാണ് ഇവിടെ പോകേണ്ടത്, ബാലൻസ് ഷീറ്റിലേക്ക്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ
ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കും. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് രാം, മോഹൻ, ശ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നത് നല്ലത്. ഇന്നർ കോളത്തിലെല്ലാം ചെയ്തിട്ട് ആഡും മൈനസിലും ചെയ്യുന്ന പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. രാം എന്ന് പറയുന്നത് 26,200, പിന്നെ 30,800, 25,000. ഓക്കെ, ഇപ്പോ സാധാരണ രീതിയിൽ ഞാൻ ചെയ്ത ടാലി ആവേണ്ട ഇന്ന് ആവുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഇടക്ക് ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, ബാങ്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ബാങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ബാങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ 5,000 പ്ലസ് 25,000 30,000, 35,000 പ്ലസ് 5,000 എന്ന് പറയുന്നത് 40,000. ഓക്കെ, 40,000. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ലയബിലിറ്റി സൈഡ് ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 26,200 പ്ലസ് 30,800 പ്ലസ് 25,000 plus 15,000, 1,500. That is 98,500 നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ലയബിലിറ്റി സൈഡ്, സോറി അസറ്റ് സൈഡ് 25,000 പ്ലസ് 24,000, 12,000 ആഡ് ചെയ്ത് 24,000 കിട്ടും. പ്ലസ് 9,500, ഒരു 40,000 കൂടി ആഡ് ചെയ്തതിന് 98,500. ഓക്കെ, ഓക്കെ അല്ലേ? ഇവിടെ ഇറങ്ങുന്നുണ്ട് എന്തെങ്കിലും? എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അടുത്ത ലാസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ്. ഓക്കെ, ഓക്കെ, അതായത് നമ്മൾ ഗുഡ് വില്ലിന് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഓക്കെ, എന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന ഗുഡ് വിൽ, ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആയിക്കോട്ടെ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആയിക്കോട്ടെ, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആയിക്കോട്ടെ, ആ ഗുഡ് വിൽ എന്ന് പറയുന്നത്, ഓക്കെ, ഈ 3 ഗുഡ് വിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് പുതിയ പാർട്ട്ണറിന്റെ ഗുഡ് വിൽ അല്ല, അത് ഫേമിന്റെ ഗുഡ് വില്ലാണ്. എന്താണ് ഫേമിന്റെ ഗുഡ് വിൽ? സ്ഥാപനത്തിന്റെ ഫുൾ ഗുഡ് വില്ലാണ് അത്. അതായത് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഗുഡ് വിൽ ഓഫ് ദ ഫേം. അതായത് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ, ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ് മെത്തേഡിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ ഓഫ് ദ ഫേം ആണ്. ഫോർ എക്സാമ്പിൾ, ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു നിങ്ങൾ കണ്ടുപിടിച്ചത് ഒരു 1,50,000 റുപ്പീസ് ആണ്. ഓക്കെ, 1,50,000 റുപ്പീസ് നിങ്ങൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടെ പുതിയ പാർട്ട്ണർ, ന്യൂ പാർട്ട്ണർ, എന്താ നമ്മുടെ ന്യൂ പാർട്ട്ണറുടെ പേര്? ഇവിടെ ശ്യാം എന്ന പേര്. ഓക്കെ, ശ്യാമിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 2/10 ആണ്. ഓക്കെ, 2/10. ഓക്കെ, 5:3:2 എന്ന് പറയുമ്പോൾ 2/10 ആണ് എന്ത് അയാളെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. 2/10 എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, 1/5 എന്നും പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ 1,50,000 എന്ന് പറയുന്നത് ഗുഡ് വിൽ ഓഫ് ദ ഫേം ആണ്. അങ്ങനെയെങ്കിൽ ശ്യാം അത്ര ഗുഡ് വിൽ കൊണ്ടുവരണം, അത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. ശ്യാം 1,50,000 കൊണ്ടുവരൂല. 1,50,000 എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ ഓഫ് ദ ഫേം ആണ്. പക്ഷെ ശ്യാം കൊണ്ടുവരാം അയാളെ ഷെയർ ഓഫ് ഗുഡ് വില്ലാണ്. ശ്യാം എന്താ കൊണ്ടുവരാം? അയാളെ ഷെയർ ഓഫ് ഗുഡ് വിൽ. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, നമ്മൾ ഡയറക്ട്ലി തന്നതുകൊണ്ട്. പക്ഷെ ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അത് പറയുന്നു. ഗുഡ് വിൽ ഓഫ് ദ ഫേം 1,50,000 ആണെങ്കിൽ ശ്യാംസ് ഷെയർ ഓഫ് ഗുഡ് വിൽ, Shyam's share of goodwill is equal to 1,50,000 into his share, അതായത് 2/10 or 1/5 whatever. അത് നിങ്ങൾക്ക് കിട്ടുന്നത് 1,50,000 into 2/10 എത്രയാണ്? 30,000. ഓക്കെ, ഈ 30,000 റുപ്പീസ് ആണ്. ഓക്കെ, ഈ 30,000 നമ്മൾ എന്ത് ചെയ്യും? സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ എക്സാമ്പിളിൽ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അതുകൊണ്ട് തന്നെ എത്ര എമൗണ്ട് വരാം? 15,000. ഓക്കെ അല്ലേ? അതായത് നിങ്ങൾക്ക് ബൈ ചാൻസ് നിങ്ങൾ ഒരു മെത്തേഡ് വെച്ചിട്ട് ആ ഗുഡ് വില്ല് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് ഗുഡ് വിൽ ഓഫ് ദ ഫേം ആണ്. ഫേം എന്ന് പറയുന്നത് ഫുൾ സ്ഥാപനം. ഫുൾ സ്ഥാപനത്തിന്റെ ഗുഡ് വില്ലാണ് നിങ്ങൾ തന്നിട്ടുള്ളതെങ്കിൽ ന്യൂ പാർട്ട്ണർ ഷെയർ ഓഫ് ഗുഡ് വില്ല് കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ അയാളെ ഷെയർ ഓഫ് ഗുഡ് വിൽ എത്രയാണ്? ന്യൂ പാർട്ട്ണർ ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ്? ഫേംസ് ഗുഡ് വിൽ ഇൻറ്റു ഹിസ് ഷെയർ. ഇവിടെ 2/5 എന്ന് പറയുന്നത് എന്താണ്? ന്യൂ പാർട്ട്ണർ ഷെയർ ആണ്. ഇതൊന്നും ഫോർമുല ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. ന്യൂ പാർട്ട്ണർ ഷെയർ നമുക്ക് എത്ര കിട്ടും? 30,000. ഈ 30,000 ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? സാക്രിഫൈസിങ് പാർട്ട്ണർ. സാക്രിഫൈസിങ് പാർട്ട്ണർ ആരാണ്? രാമും മോഹനും. റോഹന വാട്ടവർ. രാമും മോഹനും. ഓക്കെ, അവർക്ക് രണ്ടാൾക്ക് നമ്മൾ എങ്ങനെ കൊടുക്കും? 15,000. ഈ സെയിം പ്രോബ്ലം അല്ല, ബാക്കി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ ഇങ്ങനെ വരാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല? ഡൗട്ട് അടിക്കാൻ പറ്റൂല.
ഓക്കെ ആണോ? ഓക്കെ, ശ്രദ്ധിക്കും. അടുത്ത എന്താന്ന് വെച്ചാല് ഞാൻ പറയാൻ പോകുന്ന വെച്ചാല് നമ്മളിപ്പോ ഇതെല്ലാം പറഞ്ഞ് ഞാൻ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ സാക്രിഫൈസിങ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഗെയിനിങ്ങിനെ കുറിച്ച് ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയത്. പ്രോഫിറ്റ് ഓക്കെ 60,000. എ ബി എന്ന് പറയുന്ന പാർട്ട്ണർ ഉണ്ട്. ഓക്കെ, എ ബി എന്ന് പറയുന്ന പാർട്ട്ണർ ഉണ്ട്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 1:1. 1:1 ആണെങ്കിൽ 30,000. 30,000. വെയിറ്റ് ചെയ്യാൻ മക്കളെ. നമ്മളെ ശരി ഫായിദ ഓക്കെ, നമുക്ക് എക്സാമ്പിൾ വർക്ക് ഔട്ട് ആവും നോക്കാം ഫസ്റ്റ്. ഓക്കെ, അതായത് ഇവിടെ എത്ര കിട്ടും? 20,000 ആണ് ഇവിടെ പ്രോഫിറ്റ്, ഇവിടെ 40,000 ആണ്. ഓക്കെ, ഇവിടെ വരുമ്പോൾ 30,000. ഓക്കെ, ഇവിടെ 20,000. ഓക്കെ ഫൈൻ, വർക്ക് ഔട്ട് 10,000. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചേ. അതായത് മക്കളെ നമ്മുടെ പ്രോഫിറ്റ് കഴിഞ്ഞ കൊല്ലം എന്ന് വെച്ചാൽ 60,000 രൂപയാണ്. ഈ കൊല്ലവും 60,000 രൂപ തന്നെയാണ്. ഓക്കെ, നമുക്ക് സെയിം പ്രോഫിറ്റ് വെച്ചാൽ നമുക്ക് എക്സാമ്പിൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കൊല്ലം പ്രോഫിറ്റ് 60,000 ഉള്ളപ്പം എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:2 ആണ്. 1:2 ഫോർ എക്സാമ്പിൾ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 20,000 40,000 ആണ്. ഇനി എ ബി സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർഷിപ്പ് ഫേമിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. ആ സിറ്റുവേഷനിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000 20,000 10,000 ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ്, ഓക്കെ, സി എന്ന് പറയുന്ന പാർട്ണർ ഗെയിനിങ് പാർട്ണറാണ്. കാരണം കഴിഞ്ഞ കൊല്ലം അവർക്ക് 0 കിട്ടി, ഇപ്പൊ എത്ര കിട്ടി? 10,000 കിട്ടി. നിങ്ങൾ നോക്കിയാട്ടൊന്ന്. അതായത് എ എന്ന് പറയുന്ന പാർട്ണറിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 20,000, ഇപ്പം കിട്ടിയത് 30,000. ഓക്കെ, എ എന്ന് പറയുന്ന പാർട്ണറിന് കഴിഞ്ഞ കൊല്ലം കിട്ടിയത് എത്ര? 20,000, ഇപ്പം കിട്ടിയത് എത്ര? 30,000. അതായത് ഇവിടെ ഓൾഡ് പാർട്ണറും ഗെയിനിങ് പാർട്ണറായി. മനസ്സിലാകുന്നുണ്ടോ മക്കളെ? അതായത് ഓൾഡ് പാർട്ണറിന് പണ്ട് കിട്ടിയ പ്രോഫിറ്റ് 20,000, ഇപ്പം കിട്ടിയത് 30,000. അതായത് ഇയാൾ സാക്രിഫൈസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഫസ്റ്റ് പഠിച്ച് സാക്രിഫൈസ് ചെയ്യുന്നത് പഠിച്ച്, പിന്നെ പഠിച്ച് സാക്രിഫൈസും ഇല്ല ഗെയിനും ഇല്ല എന്ന് പഠിച്ച്. ഒരു പാർട്ണറിന് ഗെയിൻ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ സിറ്റുവേഷൻ ബി എന്ന് പറയുന്ന പാർട്ണറിന്. മൂന്നാമത്തെ സിറ്റുവേഷൻ നമ്മളിപ്പോ നോക്കുമ്പോൾ എന്ന് പറയുന്ന പാർട്ണർ ഓൾഡ് പാർട്ണർ 20,000 ആണ് അയാൾക്ക് കിട്ടിയത്. ഇപ്പോ ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറഞ്ഞാൽ അയാളെ പ്രോഫിറ്റ് കൂടി 30,000 ആയി. അയാൾക്ക് ഇപ്പൊ ലാഭമാണ്. പറയുന്നത് മനസ്സിലാകുന്നില്ല? ഓട്ടോമാറ്റിക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗുഡ് വില്ല് എന്ന് പറയുന്നത് ഇൻകമിങ് പാർട്ണർ മാത്രമല്ല കൊണ്ടുവരാ. ഗുഡ് വില്ല് എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത് ഗെയിനിങ് പാർട്ട്നേഴ്സ്. ആരാ കൊണ്ടുവരാ? ഗെയിനിങ് പാർട്ട്നേഴ്സ്. ഗെയിനിങ് പാർട്ട്നേഴ്സ് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ആണ് ഗുഡ് വില്ല്. ഗെയിനിങ് പാർട്ണർ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഒരു കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ആണ് എന്ത്? ഗുഡ് വിൽ. നിങ്ങളൊന്ന് നോക്കിയാട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞത് സാക്രിഫൈസിങ് റേഷ്യോന്റെ ഫോർമുല ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്റെ സാക്രിഫൈസിങ് റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എൻ്റെത് 1/3 മൈനസ് 3/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഡിനോമിനേറ്ററിൽ 2 മൈനസ് 3 -1/6. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു റേഷ്യോ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഗെയിനിങ് റേഷ്യോ ആണ്. അതായത് എസ് ഗെയിനിങ് റേഷ്യോ ആണ് എന്ത്? 1/6. ഓക്കെ, ഇനി നിങ്ങൾ ബിന്റെ കണ്ടുപിടിച്ചാൽ എങ്ങനെയായിരിക്കും? ബിന്റെ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 2/3 മൈനസ് 2/6 that is equal to 6 4 minus 2 that is equal to 2/6. ഓക്കെ,
ഇനി സിന്റെ ഗെയിനിങ് റേഷ്യോ, കാരണം പുതിയ പാർട്ണർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് ഗെയിനിങ് റേഷ്യോ ഉണ്ടാവും, അത് 1/6. 1/6 എങ്ങനെയാ? 1 ഡിവൈഡ് ബൈ 1 + 3 + 2 1/6. അതായത് ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ ഗെയിനിങ് റേഷ്യോ കിട്ടുന്നത്. എന്താ കിട്ടുന്നത്? ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ 1:1. അതായത് ഇവിടെ എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാ കേസിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗെയിനിങ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, ഗെയിനിങ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എപ്പം വിചാരിക്കരുത് ഓക്കെ ജനറലി സിമ്പിൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിൽ ഒരു സാധാ ക്വസ്റ്റ്യൻ എന്താ ഉണ്ടാവുക? ഇൻകമിംഗ് പാർട്ണർ ആയിരിക്കും ഗെയിനിങ് പാർട്ണർ. പക്ഷെ എന്റെ സ്റ്റുഡൻസ് ഒരു കാലത്തും പറയൂല ഇൻകമിംഗ് പാർട്ണർ ആണ് ഗെയിനിങ് പാർട്ണർ. എന്റെ സ്റ്റുഡൻസ് എന്താ പറയാ? ഇൻകമിംഗ് പാർട്ണർ ഗെയിനിങ് പാർട്ണർ ആണ്, അതേപോലെ ഓൾഡ് പാർട്ണേഴ്സ് വേണമെങ്കിൽ ഗെയിനിങ് പാർട്ണർ ആവാം. എന്തുകൊണ്ട്? ഇതാണ് സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? സാക്രിഫൈസിങ് റേഷ്യോ കിട്ടുമ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഗെയിനിങ് റേഷ്യോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഈ ഗെയിനിങ് പാർട്ണർ ഈ ഗെയിനിങ് പാർട്ണർ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കൊണ്ടുവരണം, ഗുഡ് വില്ല് കൊണ്ടുവരണം. അന്നേരം ആരെല്ലാം ഈ എക്സാമ്പിളിൽ നമുക്ക് ഈ എക്സാമ്പിളിൽ പറയാം. എക്സാമ്പിളിൽ സി എന്ന് പറയുന്ന പാർട്ണറും ഗുഡ് വില്ല് കൊണ്ടുവരണം, അതേപോലെ തന്നെ എ എന്ന് പറയുന്ന പാർട്ണറും ഗുഡ് വില്ല് കൊണ്ടുവരണം. അന്നേരം എന്താ ജേർണൽ എൻട്രി എന്നാ ചോദിക്കും. അതായത് ഈ സിറ്റുവേഷനിൽ സി എന്ന് പറയുന്ന പാർട്ണർ മാത്രമേ ഗുഡ് വില്ല് കൊണ്ടുവരും, എ കൊണ്ടുവരൂല. അതെന്താ കൊണ്ടുവരാത്ത? അത് എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തത്? കൊണ്ടുവരുത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, അത് ആര് കൊണ്ടുവരുന്നതാണ്? സി കൊണ്ടുവരുന്നത്. ഇനി ആരാ കൊണ്ടുവരാത്തത്? എ ആ കൊണ്ടുവരാത്തത്. എന്നിട്ട് എ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കൊണ്ടുവരാത്ത ആളെ നമ്മൾ എന്താ ചെയ്യുക? ഡെബിറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് ഇൻകമിംഗ് പാർട്ണർ ഗുഡ് വില്ല് കൊണ്ടുവരുന്നില്ലെങ്കിൽ അവരെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം. എന്താ ജേർണൽ എൻട്രി? ഗെയിനിങ് പാർട്ണർ. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ജേർണൽ എൻട്രി ഞാൻ എഴുതി തരാം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ അതായത് ഇൻകമിംഗ് പാർട്ണർ അയാൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഡെബിറ്റ് ചെയ്യേണ്ടു. ഇൻകമിംഗ് പാർട്ണർ. പിന്നെ ഗെയിനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇൻകമിംഗ് പാർട്ണർ കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്താ ജേർണൽ എൻട്രി? ഗെയിനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ 2 ഡെബിറ്റ് ഉണ്ടാവും, 1 ക്രെഡിറ്റ് ഉണ്ടാവും. സാധാരണ രീതിയിൽ 1 ഡെബിറ്റും 2 ക്രെഡിറ്റും ആണ്. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, എത്ര ഡെബിറ്റ് ഉണ്ടോ എത്ര ക്രെഡിറ്റ് ഉണ്ടോ അങ്ങനത്തെ ഒരു കാര്യമില്ല. കൺസെപ്റ്റ് അത്ര മാത്രം. ഇതിപ്പോ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.